ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥയിലുമുണ്ട് ഒരു കാര്യം. ക്രിസ്മസുമായി ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെ ഒത്തിരി കഥകൾ ഈ സമയത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. എങ്കിലും ഇന്നത്തെ ദിവസം കഥയിലുമുണ്ട് ഒരു കാര്യത്തിലൂടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജോസഫ് ജോൺ സാറിനെയാണ്. സാറ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മ്യൂസിക് തെറാപ്പിയുടെ ആളാണ്. അതിനേക്കാളുപരി കഥകളിലൂടെയും സാറിൻ്റെതായ ഒരു രീതി ഉണ്ടെന്ന് നമുക്ക് ഉടനെ തിരിച്ചറിയാൻ സാധിക്കും. സോ നിങ്ങളെല്ലാവരുടെയും പേരിൽ ജോസഫ് ജോൺ സാറിനെ ക്ഷണിക്കുകയാണ്. സാർ താങ്ക് യു സാർ. സർവേശ്വരന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ സാറിനും കേരളം സാറിനും എല്ലാ ഗുരുജനങ്ങൾക്കും ബഹുമാനപ്പെട്ട അച്ഛനും സുഹൃത്തുക്കൾക്കും എല്ലാം സ്വാഗതം, നമസ്കാരം. കഥയിലുമുണ്ട് കാര്യം. മഹാനായ നോവലിസ്റ്റും അഹിംസാവാദിയും സാമൂഹ്യ പരിഷ്കർത്താവും ലിയോ ടോൾസ്റ്റോയുടെ തീപ്പൊരി അവഗണിച്ചാൽ എന്ന കഥയാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. ഒരിടത്ത് ഒരിക്കൽ ഇവാൻ ഷെർബക്കോവ് എന്ന പേരായ ഒരു കർഷകൻ ജീവിച്ചു. സമ്പന്നനായ അയാൾക്ക് കന്നുകാലികളും കുതിരകളും ധാരാളം ധാന്യങ്ങളും ധാന്യപ്പുരകളും ഒക്കെ ഉണ്ടായിരുന്നു. അയാൾക്ക് രണ്ടാമത്തെ ആളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. ഇവാന്റെ ഭാര്യയും മക്കളും അയാളോടൊപ്പം അധ്വാനിക്കാനും വയലിലേക്ക് മുൻപന്തിയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമ്പന്ന ജീവിതം നയിച്ചിരുന്ന ഇവാൻ അവരുടെ ജീവിതം സന്തോഷപ്രദവും സുഖവുമായി മുന്നേറി വരികയാണ്. അവരുടെ അയൽക്കാരൻ മുടന്തനായ ഗൗറില്ലോ ഒരു വിലങ്ങുതടിയായി വരുന്നത് വരെ അങ്ങനെ അവരുടെ ജീവിതം അടിച്ചു പൊളിച്ച് മുന്നേറുകയായിരുന്നു. എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പണ്ട് ഇവരുടെ പിതാക്കന്മാരൊക്കെ ആയിരുന്ന കാലത്ത്, പിതാക്കന്മാരുടെ കാലത്ത് നല്ല അയൽക്കാരായിരുന്നു രണ്ടുകൂട്ടർ. പക്ഷേ ഇളം തലമുറ അധികാരമേറ്റെടുത്തപ്പോൾ, തറവാട്ട് ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ വഷളായി എന്നാണ് പറയുന്നത്. ഈസ്റ്ററിനോടനുബന്ധിച്ച് ഇവാന്റെ മരുമകളുടെ ഒരു കോഴിയുണ്ട്. അതെന്നും ചായ്പിലാണ് മുട്ടയിടുക. അവൾ ചായ്പിൽ നിന്ന് മുട്ട പെറുക്കിയെടുക്കും. ഒരു ദിവസം കുട്ടികൾ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് ആ കോഴി പറന്ന് അടുത്ത അയൽപക്കത്തെ വീട്ടിലേക്ക് പോയി. കോഴിയുടെ കൊക്കൽ യുവതി കേട്ടെങ്കിലും അവൾ വിചാരിച്ചു പിന്നെ നമുക്ക് പോയി എടുക്കാം എന്ന് വിചാരിച്ചു. സന്ധ്യയ്ക്ക് മുട്ട കാണാനില്ല. ചായ്പിൽ ചെന്ന് നോക്കിയപ്പോൾ മുട്ട കാണാനില്ല. അവൾ തൻ്റെ ഭർത്തൃ സഹോദരന്മാരോട് പറഞ്ഞു അതിനെക്കുറിച്ച്. അതിൽ ഒരുവൻ പറഞ്ഞു, ഇളയവൻ പറഞ്ഞു, നിങ്ങളുടെ കോഴി പോയി നമ്മുടെ അയൽക്കാരൻ്റെ പറമ്പിലാണ് മുട്ടയിട്ടത്. കോഴിയുടെ കൊക്കൽ ഞാൻ അവിടെ കേട്ടുവന്നേ, അത് തിരിച്ച് പറന്നു വരുന്നതും ഞാൻ കണ്ടു എന്നവൻ പറഞ്ഞു. യുവതി അയൽ വീട്ടിലേക്ക് പോയി. അവിടുത്തെ വൃദ്ധ പുറത്തേക്ക് വന്നു. എന്ത് വേണം മോളെ? വൃദ്ധ ചോദിച്ചു. എൻ്റെ കോഴി നിങ്ങളുടെ പറമ്പിലേക്ക് പറന്നു വന്ന് ഇവിടെ എവിടെയോ മുട്ടയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, യുവതി പറഞ്ഞു. കോഴി വന്നൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ദൈവത്തിന് നന്ദി, ഞങ്ങളുടെ കോഴി നേരത്തെ മുട്ടയിട്ടു. പൊന്നുമോളെ, പിന്നെ മറ്റുള്ളവരുടെ മുട്ടയ്ക്കൊന്നും എനിക്ക് ആവശ്യമില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും മറ്റുള്ളവരുടെ മുട്ട ആഗ്രഹിക്കുന്നവരല്ല. യുവതിക്ക് അത് പിടിച്ചില്ല. വൃദ്ധയുടെ സംസാരം അവരെ അപമാനിക്കുന്നതായിട്ട് തോന്നി. അവൾ വൃദ്ധയെ അധിക്ഷേപിക്കാൻ തുടങ്ങി. ചൂട് പിടിച്ച തർക്കം അവർ തങ്ങളിലുണ്ടായി. അല്ല, കോഴി ഇവിടെ വന്ന് മുട്ടയിട്ടു. വൃദ്ധ തിരിച്ച് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇവാന്റെ ഭാര്യ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത് കേട്ടുകൊണ്ട് ഗാവ്രിലോയുടെ ഭാര്യ വന്നു. പിന്നെ അവർ ഭാര്യമാർ തമ്മിലായി വാക്കുതർക്കം, ചൂടേറിയ വാക്കുതർക്കം. വലിയൊരു കോലാഹലം പൊട്ടിപ്പുറപ്പെട്ടു. അവർ പരസ്പരം ഷാളുകൾ പിടിച്ചു വലിച്ചു, മുഷ്ടികൾ ചുരുട്ടി. ആ സമയത്താണ് നമ്മുടെ മുടന്തൻ ഗാവ്രില്ലോ വയലിൽ നിന്ന് പണിയായി കഴിഞ്ഞ് വരുന്നത്. അയാൾ എവിടെയായിരിക്കും, ആരുടെ പക്ഷമായിരിക്കും പിടിക്കുക?
അയാളുടെ ഭാര്യയുടെ പക്ഷം പിടിച്ചു. ഇവിടെ കോഴി വന്നില്ല, മുട്ടയിട്ടില്ല, നീ വെറുതെ അനാവശ്യം പറയുന്നതാണെന്ന് പറഞ്ഞ് അയാൾ കൂടി. അയാളുടെ ശബ്ദം കേട്ടപ്പോൾ അയൽപക്കത്തുള്ള ഇവാനും മക്കളുമൊക്കെ അടങ്ങിയിരിക്കുമോ? അവരും എല്ലാവരും ഓടി അവിടെ എത്തി. അവർ നല്ല ശരീര ബലമുള്ളവരാണ്. എല്ലാത്തിനെയും അടിച്ച് തുരത്തി. ആ ബഹളത്തിനിടയിൽ ഗൗരിച്ചോന്റെ ഗൗറിലോയുടെ താടിക്ക് കയറി പിടിച്ചു. അപ്പോൾ കുറച്ച് താടി രോമങ്ങൾ, ഒരു പിടി താടി രോമങ്ങൾ പറഞ്ഞു പോകുന്നു. നോക്കൂ, ചെറിയൊരു പ്രശ്നമാണ്. താടി രോമം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്ര അവർ പറിച്ചെടുത്തു എന്നുള്ളത്. വളരെ കഷ്ടപ്പെട്ടാണ് ഗ്രാമീണർ ഇവരെ എല്ലാം വേർപെടുത്തിയത്. എല്ലാവരും വാശിയിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു ഒരു മുട്ടയുടെ വിഷയത്തിൽ. എന്തായിരുന്നു ഇതായിരുന്നു എല്ലാ കുഴപ്പങ്ങളുടെയും തുടക്കം. നേരത്തെ പറഞ്ഞു, അതുവരെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളാണ്. ഗൗറില്ല ജില്ലാ കോടതിയിൽ പരാതിപ്പെട്ടു. കാര്യം നിസ്സാരമാണോ? അയാളുടെ ഒരു പിടി താടിരോമമാണ് പോയിരിക്കുന്നത്. പിന്നെ അപഖ്യാതി, മുട്ട മോഷ്ടിച്ചു എന്നുള്ള പേരുദോഷം, പിന്നെ കയ്യേറ്റം, ഇതെല്ലാം അയാൾ ജില്ലാ കോടതിയിൽ പരാതിപ്പെട്ടു. ഇവാന്റെ വയസ്സായ അച്ഛൻ ഇതെല്ലാം കണ്ട് അങ്കാളിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും മണ്ടത്തരമാണ് പ്രവർത്തിക്കുന്നത്. മൺപുറ്റിനെ മലയാക്കി തീർക്കുകയാണ് നിങ്ങൾ. അതും എല്ലാം ഒരു മുട്ടയ്ക്ക് വേണ്ടി. വല്ല കുട്ടികളുമാണ് അതെടുത്തിരുന്നെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കും. ഒരു കൊച്ചു മുട്ടയ്ക്ക് എന്ത് വിലയാണുള്ളത്? ദൈവം എല്ലാവർക്കും ജീവിക്കാനുള്ള വക നൽകിയിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കടിക്കുന്നത് ശരിയല്ല. ആ അച്ഛൻ തുടക്കം മുതൽ ആ അച്ഛൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ മക്കളുണ്ടോ? അതൊക്കെ ചെവി കൊടുക്കുന്നു. അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല മക്കൾ. പക്ഷേ ചെറുപ്പക്കാർ ഈ ഉപദേശങ്ങൾക്ക് ചെവി കൊടുത്തില്ല. ഇവാൻ വെറുതെ ഇരുന്നില്ല. ഇവാനും ഗൗറിലോയ്ക്കെതിരെ പരാതി കൊടുത്തു. അന്ന് മുതൽക്ക് രണ്ട് അയൽക്കാരും നിസ്സാര കാര്യങ്ങൾക്കും പരസ്പരം കുറ്റപ്പെടുത്തി. ഇന്നത്തെ കാര്യം നമുക്ക് ആലോചിക്കാവുന്നതുള്ളൂ. തമ്മിൽ കാണുന്നതിനെല്ലാം കുറ്റം. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ചെറുതാക്കാനും പരിഹസിക്കാനും വഴക്കിടാനും ഒരു തുടങ്ങി എന്നുള്ളത്. കുട്ടികളോ മുതിർന്നവരെ കണ്ട് അനുകരിച്ചു. അവരും അവരാൽ കഴിയുന്ന രീതിയിൽ വേണ്ട ഉപദ്രവങ്ങൾ അയൽവക്കത്തോട് ചെയ്തുകൊണ്ടിരുന്നു, തങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നു. ശത്രുത വളർന്നു. അങ്ങനെ 6 വർഷം കഴിഞ്ഞു. വൃദ്ധൻ ആവർത്തിച്ചിപ്രകാരം പറയുമായിരുന്നു, മക്കളെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? പോയത് പോട്ടെ, നടന്നത് നടന്നു. നിങ്ങളുടെ ജോലിയെ അവഗണിക്കരുത്. അയൽക്കാരനോട് വിദ്വേഷം വെച്ച് പുലർത്തരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, എല്ലാം ശരിയായിക്കോളും എന്ന് വൃദ്ധൻ പറയുന്നുണ്ടായിരുന്നു. 7ാമത്തെ കൊല്ലം കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി എന്നുള്ളതാണ്. ഒരു കല്യാണ സൽക്കാരത്തിൽ വെച്ച് ഇവാന്റെ പുത്രഭാര്യ, ഇവാന്റെ മരുമകള് ഗാവ്രിലോയെ അപമാനിച്ചു. ഇയാൾ ഒരു കുതിരയെ മോഷ്ടിച്ചു എന്നുള്ളൊരു അപവാദം പറഞ്ഞ് പരത്തി. ഗാവ്രിലോ അടങ്ങിയിരിക്കുമോ? അയാള് ആ മുടങ്ങൽ ഗാവ്രിലോ ശരിക്കും ഈ ഗർഭിണിയെ പെരുമാറി, ഇവാന്റെ മരുമകളായിട്ട് പെരുമാറി മർദ്ദിച്ചു. ആവോളം മർദ്ദിച്ചു. അവൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒരാഴ്ചത്തേക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു നല്ല അവസരമായിട്ട് ഇവാൻ കണ്ടു. അയാൾ ചിന്തിച്ചു, ഞാൻ ഗൗരിലോയുടെ കഥ കഴിക്കും. അവനെ കോടതിയിൽ കയറ്റും. ഇത്തവണ ഞാൻ അയാളെ ദീർഘകാലത്തേക്ക് ജയിലിലേക്ക് അയക്കും, അല്ലെങ്കിൽ സൈബീരിയയിലേക്ക്. വാശി ഇങ്ങനെ മൂത്ത് കയറി. എന്നാൽ സ്ത്രീ സുഖം പ്രാപിച്ചു. ഒരാഴ്ച കൊണ്ട് പരിക്കുകൾ കാണിക്കാനില്ലാത്തത് കൊണ്ടും കോടതി കേസ് തള്ളി. അതിനാൽ ഇവാൻ ലഘുവായ കുറ്റകൃത്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ അധികാരമുള്ള ജസ്റ്റിസ് ഓഫ് പീസിനെ സമീപിച്ചു. വെറുതെ വിട്ടില്ല, അടുത്ത ലെവലിലേക്ക് പോയി. അവർ കേസ് ജില്ലാ കോടതിക്ക് അയച്ചു. അവിടെ ഗുമസ്തനെയും അധികാരികളെയും കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ച് ഇവാന്റെ പരിപാടി നോക്കണം. എങ്ങനെയെങ്കിലും അയൽക്കാരനെ, ഗൗരിച്ചിനെ മര്യാദ പഠിപ്പിക്കണം. അതിനുവേണ്ടി കൈക്കൂലി കൊടുത്ത് ശിക്ഷ വാങ്ങിച്ചു. എന്തായിരുന്നു ശിക്ഷ? 20 അടികൾ ജില്ലാ കോടതിയിൽ വെച്ച് ഗൗരിലേക്ക് കൊടുക്കണം.
ഗൗരല്ലോയെ 20 അടിക്ക് ശിക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ ഗൗരല്ലോ വിളറി വെളുത്തുകൊണ്ട് സ്വയം പെറുപെടുത്തു. ശരിക്കും അടി പരസ്യമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വേദനയുള്ള കാര്യമാണ് അല്ലേ, ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഇത് കേട്ടപ്പോൾ ഗൗരല്ല വിളറി വെളുത്തുകൊണ്ട് സ്വയം പെറുപെടുത്തു. അയാൾ എൻ്റെ മുതുകിൽ അടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നു. ഭയങ്കരമായി ചുട്ടുനീറുമെന്ന് തീർച്ച, നല്ല വേദനയും ഉണ്ടാകും. ഇതിനേക്കാൾ വേദനാജനകമാണ് അയാളുടെ ചിലത് ചുട്ടെരിയുന്നത് അയാൾക്ക് കാണേണ്ടി വരും. ഗൗരല്ലോയും വിട്ടില്ല. അയാളുടെ മനസ്സിൽ പക കത്തിക്കയറി. അയാൾ എന്താണ് പറഞ്ഞത്? ഇതിനേക്കാൾ വലുത് അയാൾ കാണേണ്ടി വരും. അയാളുടെ ചിലത് ചുട്ടെരിയുന്നത് അയാൾക്ക് കാണേണ്ടി വരും. ഇവാൻ ഇത് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് കോടതിയിൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചു. ഇപ്രകാരം പറഞ്ഞിരുന്നുവോ എന്ന് മജിസ്ട്രേറ്റ് ഗൗരല്ലോയോട് ചോദിച്ചു. ഗൗരല്ലോ ഇത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, വേണമെങ്കിൽ എന്നെ അടിച്ചുകൊള്ളൂ. അയാൾക്ക് എന്തും ചെയ്യാമെന്നിരിക്കെ ശിക്ഷിക്കപ്പെടുന്നവൻ ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു. അയാൾക്ക് എന്തും ചെയ്യാമല്ലോ ഇവാൻ, എനിക്കാണ് ശിക്ഷയെല്ലാം ലഭിക്കുന്നത്. മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ സുഹൃത്തുക്കൾ, പ്രശ്നം തീർക്കുകയല്ലേ നിങ്ങൾക്ക് നല്ലത്. നല്ലൊരു മജിസ്ട്രേറ്റ് ആയിരുന്നു അല്ലേ. ഒരു ഗർഭിണിയെ മർദ്ദിക്കുന്നത് ന്യായമാണോ ഗൗരല്ലോ ഒരു ഗർഭിണിയെ മർദ്ദിച്ചു നിങ്ങൾ, അത് ശരിയാണ്. ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്നതിൽ ദൈവത്തിന് നന്ദി. എൻ്റെ അപകടമൊന്നും ഉണ്ടായില്ല, ഗർഭിണിയായിരുന്നെങ്കിലും. ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ച് പോയി അയൽക്കാരനോട് മാപ്പ് ചോദിക്കും. വിഷമിക്കേണ്ട, അയാൾ നിങ്ങൾക്ക് പുറത്തു തരും. അപ്പോൾ ശിക്ഷ റദ്ദാകും. നിങ്ങൾ മാപ്പ് ചോദിച്ചാൽ മാത്രം. തെറ്റാണെന്ന് നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ, മജിസ്ട്രേറ്റ് തുടർന്നു, നമ്മളെല്ലാവരും അനുസരിക്കേണ്ട നിയമം ദൈവത്തിൻ്റെതാണ്. അയൽക്കാരനോട് പൊറുക്കാൻ നമ്മോട് കൽപ്പിച്ച ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കും. അയൽക്കാരനോട് പൊറുക്കാൻ ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചിന്തിക്കൂ എന്ന് ന്യായാധിപൻ മജിസ്ട്രേറ്റ് പറഞ്ഞു. അയൽക്കാർ തമ്മിൽ സമാധാനം ഉണ്ടാക്കാൻ മജിസ്ട്രേറ്റ് ഒരിക്കൽ കൂടി ശ്രമിച്ചു. പക്ഷേ ശ്രദ്ധിക്കാൻ ഗൗരല്ലോ തയ്യാറായിരുന്നു. അതിന് ചെവി കൊടുത്തില്ല ഗൗരല്ലോ. ഇവാൻ വീട്ടിലെത്തിയപ്പോൾ വൈകിയിരുന്നു. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അതിനെ തൊഴുത്തിൽ കെട്ടിയ ശേഷം സ്വസ്ഥമായിരുന്ന് അന്ന് പകലത്തെ കാര്യങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിക്കാൻ തുടങ്ങി. കോടതിയിൽ പോയതും ഗൗരല്ലോയ്ക്കെതിരെ കേസ് കൊടുത്തതും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതും ഒക്കെ അയാൾ ഓർത്തു. കോടതി ഉത്തരവ് വായിക്കപ്പെട്ടപ്പോൾ ഗൗരല്ലോ എങ്ങനെയാണ് വിളറി വെളുത്തത്? കഷ്ടം തോന്നി അയാൾക്ക്. ഇത് തനിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് തോന്നുമായിരുന്നുവെന്ന് അയാൾ സങ്കല്പിച്ചു. അയാളോട് ചെയ്ത പാതകമോർ ഇവാന്റെ മനസ്സ് വേദനിച്ചു. ഇവാൻ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കരുതുന്നു. ആ സമയത്ത് അയാളുടെ അച്ഛൻ വന്ന് അരികിലിരുന്നു. അച്ഛൻ ചോദിച്ചു, അവർ ശിക്ഷ വിധിച്ചുവോ? അതെ, 20 അടി. വൃദ്ധൻ നിശ്ചയദാർഢ്യത്തിൽ തലയാട്ടി. ഇവാൻ, നീ ചെയ്യുന്നത് ഭയങ്കരം തന്നെ. നീ നിന്നെ തന്നെയാണ് ദ്രോഹിക്കുന്നത്. അയാൾക്ക് അടി കിട്ടിയാൽ നിനക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക? പറയൂ. അയാളിത് ഇനി ആവർത്തിക്കത്തില്ല, നമ്മളോടുള്ള ദ്രോഹം ഇനി ആവർത്തിക്കത്തില്ല എന്ന് ഇവാൻ പറഞ്ഞു. എന്ത് ആവർത്തിക്കത്തില്ലെന്ന്? നീ അയാളോട് ചെയ്തതിനേക്കാളും മോശമായി അയാൾ നിന്നോട് എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവാൻ അമർഷപൂർവ്വം പറഞ്ഞു. അയാൾ എൻ്റെ മരുമകളെ മർദ്ദിച്ച് കൊല്ലാറാക്കി. അയാളിപ്പോൾ എൻ്റെ സ്ഥലങ്ങൾ കത്തിച്ച് നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ അയാളോട് പോയി നന്ദി പറയണമെന്ന് ഇവാന് ദേഷ്യമാണ് തോന്നുന്നത് അച്ഛൻ്റെ ഉപദേശം കേട്ടപ്പോൾ. വൃദ്ധൻ നെടുവീർപ്പ് അയച്ചുകൊണ്ട് പറഞ്ഞു, വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട് ഞാനൊന്നും അറിയുന്നില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? ഞാനെല്ലാം അറിയുന്നുണ്ടെന്ന്. പകമൂലം നിനക്ക് കണ്ണു കാണാതായി. നിനക്ക് മറ്റുള്ളവരുടെ പാപങ്ങൾ കാണാൻ കഴിയും, നിന്റേത് കാണാൻ കഴിയുന്നു. നിനക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പാപങ്ങൾ കാണാൻ കഴിയും, നിന്റേത് നിനക്ക് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് നിന്നാണ് കലഹം ആരംഭിക്കുന്നതെന്ന് നീ വിചാരിക്കുന്നുണ്ട്. കലഹമുണ്ടാകാൻ
രണ്ടുപേര് വേണം. നീ അയാളുടെ തെറ്റുകൾ മാത്രമാണ് കാണുന്നത്. എന്നിട്ട് നീ എന്ത് ചെയ്തു? അയാളുടെ താടിരോമം പിടിച്ചു പറിച്ചു, അയാളുടെ കച്ചിത്തുറു നശിപ്പിച്ചു. നീയാണ് ക്രൂരമായ മാർഗത്തിൽ ജീവിക്കുന്നത്. അച്ഛൻ വളരെ വികാരാധീനനായി പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഇരു കുടുംബങ്ങളും എത്ര സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. വൃദ്ധൻ ഇവാനെ ഓർമ്മിപ്പിച്ചു. എൻ്റെ ഒരു വാക്കിന് നിനക്ക് 2 വാക്കുകൾ എപ്പോഴും പറയേണ്ടതുണ്ടോ? നീ എന്നെ ഒരു തവണ ഇടിച്ചാൽ ഞാൻ നിന്നെ 2 തവണ ഇടിക്കണമോ? ക്രിസ്തു നമ്മെ ക്ഷമാശീലരായിരിക്കാൻ പഠിപ്പിച്ചു. ആരെങ്കിലും നിന്നെ ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിൾ കാണിച്ചു കൊടുക്കൂ. പറയൂ, ഞാനത് അർഹിക്കുന്നുവെങ്കിൽ ഇവിടെയും അടിച്ചോളൂ. ഒരു നാൾ അയാൾ പശ്ചാത്തപിക്കും. അപ്പോൾ അയാൾ വിനയാന്വിതനാവുകയും നീ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും. ഇവാൻ എല്ലാം ശാന്തമായി ശ്രദ്ധിച്ചു. വൃദ്ധൻ ഒന്ന് ചുമച്ച് തൊണ്ട ശുദ്ധമാക്കിയതിനു ശേഷം പറഞ്ഞു, ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് തെറ്റാണെന്ന് നീ കരുതുന്നുണ്ടോ? തീർച്ചയായും പൊതു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അത്. ഏതുതരം ജീവിതമാണ് നീ നയിക്കുന്നത്? നീ ദുർവിനിയോഗം ചെയ്ത പണത്തെയും സമയത്തെയും കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പ്രാവശ്യമാണ് നീ കോടതിയിൽ കയറി ഇറങ്ങിയത്? വയലിൽ ജോലി എടുക്കേണ്ട സമയമായിരുന്നില്ലേ അത്? വയലിൽ ഉഴുതുമറിക്കുകയും വിതയ്ക്കുകയും ചെയ്യേണ്ടതിന് പകരം കോടതിയിൽ കേസും വക്കാണവുമായി നടന്നു നീ. സമയം നഷ്ടപ്പെടുത്തുകയായിരുന്നു നീ. നിന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു ക്രൈസ്തവനെ പോലെ നീ അയാൾക്ക് പുറത്തു കൊടുക്കണമായിരുന്നു. പുറത്തു കൊടുക്കും. അപ്പോഴും ഇവാൻ മറുപടി പറഞ്ഞില്ല. ഇനി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യൂ. അയാൾക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിച്ച് അയാളെ നാളെ വീട്ടിലേക്ക് ക്ഷണിച്ച് രമ്യതയിലാകും. വൃദ്ധൻ മകനെ ഇങ്ങനെയാണ് ഉപദേശിച്ചത്. ഇവാൻ നെടുവേർപ്പെട്ടു. അച്ഛൻ പറയുന്നത് സത്യമാണ്. അയാൾ ചിന്തിച്ചു. പക്ഷെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. വൈകിക്കേണ്ട ഇവാൻ, പടരുന്നതിന് മുമ്പ് തീ കെടുത്തണം. പടരുന്നതിന് മുമ്പ് തീ കെടുത്തണം, അല്ലെങ്കിൽ വല്ലാതെ വൈകിപ്പോകും. വൃദ്ധൻ മുന്നറിയിപ്പ് നൽകി. ആ സമയത്താണ് പെണ്ണുങ്ങൾ ഓരോന്ന് ചറവറ പറഞ്ഞുകൊണ്ട് അവിടേക്ക് കടന്നു വന്നത്. ഗൗരലോയുടെ അടിശിക്ഷയെക്കുറിച്ചും അയാൾ ഉയർത്തിയ ഭീഷണിയെക്കുറിച്ചും അവർ അറിഞ്ഞിരുന്നു. സത്യത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും അവർ പറഞ്ഞു. സ്ത്രീകളല്ലേ, അവരുടെ മനസ്സിൽ തോന്നിയതൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴോ ഇവാന്റെ ഹൃദയത്തിന് കട്ടി കൂടി. ഒന്ന് അലിഞ്ഞു വന്നതായിരുന്നു അല്ലേ? അച്ഛൻ്റെ ഉപദേശമൊക്കെ കേട്ട് അല്പം ഒന്ന് അയഞ്ഞു വന്നതായിരുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ അയാളുടെ ഹൃദയത്തിന് കട്ടിക്കൂടി. അനുരഞ്ജനത്തിന്റെ എല്ലാ ചിന്തകളും അയാൾ ഉപേക്ഷിച്ചു. കൃഷിത്തോട്ടത്തിന്റെ ഉടമയ്ക്ക് എപ്പോഴും ധാരാളം ജോലികളുണ്ടായിരിക്കും. കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഇവാൻ പുറത്തുപോയി. പാടത്തു നിന്ന് പണി കഴിഞ്ഞ് തിരിച്ചെത്തിയ പുത്രന്മാർ ജോലിയുടെ പുരോഗതിയെക്കുറിച്ചും ചർച്ച ചെയ്തു. ചർച്ച പൂർത്തിയായപ്പോൾ അയാൾ അകത്തേക്ക് പോകാൻ ഭാവിച്ചു. വാതിലിന്റെ പിടുത്തത്തിൽ കൈവച്ച് തിരിക്കാൻ തുടങ്ങവേ വേലിപ്പുറത്തെ അയൽക്കാരൻ ആരെയോ ശകാരിക്കുന്നത് കേട്ടു. അയാൾ നശിച്ചു പോട്ടെ, അയാൾ ചാവുക തന്നെ വേണം, ഇങ്ങനെയുള്ള ശകാരവാക്കുകൾ അയൽക്കാരൻ പറഞ്ഞു. അയൽക്കാരനുള്ള വിദ്വേഷം മൂലം ഇവാന്റെ രക്തം തിളച്ചു. ചിലപ്പോൾ അത് വേറെ ആരെയെ കുറിച്ചായിരിക്കും ഈ അയൽക്കാരൻ പറഞ്ഞതെന്ന് നമുക്ക് ഊഹിക്കാം. എങ്കിലും ഇത് കേട്ടപ്പോഴത്തേക്ക് അയൽക്കാരനോടുള്ള ഗോവരിച്ചിനോടുള്ള അരിശം, വിദ്വേഷം ഇവാൻ മൂക്കുകയാണുണ്ട്. തിളച്ചു. അയാൾ അങ്ങേയറ്റം സ്തബ്ധനായി. ഗൗരലോയുടെ വാക്കുകൾ മനസ്സിനെ കലുഷിതമാക്കി. ഇവാന്റെ ഏറ്റവും ഇളയ മകൻ താരാസ് രാത്രിയിൽ കുതിരകളെ മേയ്ക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. അവനെ യാത്രയാക്കാൻ ഇവാൻ പുറത്തേക്ക് പോയി. അന്തരീക്ഷം ഇരുണ്ടതും മേഘാവൃതവും കാറ്റുള്ളതുമായിരുന്നു. മകനെ കുതിരപ്പുറത്തേറ്റാൻ സഹായിച്ച ശേഷം അവൻ പോകുന്നത് അയാൾ അങ്ങനെ നോക്കി നിന്നു. ഇവാൻ ചുറ്റുഭാഗം ഒന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. എല്ലാ സാധനങ്ങളും വരണ്ടിരിക്കുന്നു. നല്ല കാറ്റുണ്ട്. നല്ല വെയിലുള്ള ദിവസങ്ങളായിരുന്നു അത് അല്ലേ? എല്ലാം വരണ്ടിരിക്കുന്നു. നല്ല കാറ്റുമുണ്ട്. അയാൾ പിന്നിലൂടെ കടന്നു വന്ന സ്ഥലത്തിന് തീ കൊളുത്തുകയില്ലെന്ന് ആര് കണ്ടു? ഇങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു സാഹചര്യമാണ്. ഈ ഗൗരലോ ഈ സമയം മുതലെടുത്തുകൊണ്ട്
തീ കൊളുത്തില്ല എന്ന് ആര് കണ്ടു? ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം എന്ന് ഇയാൾ മനസ്സിൽ കരുതുകയാണ്. മെല്ലെ ചൂടുകൾ വെച്ച് അയാൾ പടിവാതിൽ കടന്നുപോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തോ ചില ചലനങ്ങൾ കണ്ടു. വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാം ശാന്തം. കാറ്റിന്റെ മർമ്മരം മാത്രം കേൾക്കും. ഇവാൻ ശ്രദ്ധാപൂർവം പതുങ്ങി നടന്നു. കലപ്പ കിടക്കുന്നിടത്ത് അങ്ങേ അറ്റത്തെ മൂലയിലെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ നാളം അയാളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഒരു ഒരു എന്താണ് തീയുടെ ഒരു അംശം നാളം കണ്ടു. ഹൃദയം ശക്തിയായി മിടിച്ചു. അയാൾ കുറച്ചുകൂടി അടുത്ത് നടന്നു. പ്രകാശം കൂടിക്കൂടി വന്നു. കുന്തിച്ചിരിക്കുന്ന ഒരാളുടെ പിൻഭാഗം ഇവാൻ കണ്ടു. ആരോ കുന്തിച്ചിരുന്ന് എഴുന്നേറ്റ് പോകുന്നത് അയാൾ കണ്ടു. കയ്യിലിരിക്കുന്ന ഒരു കെട്ട് വൈക്കോലിനെ തീ കൊളുത്തുകയായിരുന്നു അയാൾ. ഇവാന്റെ ഹൃദയം ഒരു പക്ഷിയെ പോലെ ചിറകടിച്ചു. വളരെ കരുതലോടെ ചുവട് വെച്ചു. ഇനി ഇയാൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ അയാളെ തൊണ്ടി സഹിതം പിടിക്കും. അപ്പോൾ ശരിക്കും അവിടെ മറ്റേയാള് തീ കൊളുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവാൻ കണ്ടത്. ഇവാൻ ഏതാനും ചുവടുകൾ നീങ്ങിയപ്പോഴേക്കും എന്തോ ചിലത് വളരെയേറെ പ്രകാശത്തോടെ ആളിക്കത്തി. ഇപ്പോഴത് മറ്റൊരു സ്ഥലത്താണ്. അതൊരു ചെറിയ വെളിച്ചമായിരുന്നില്ല. മുഴുവൻ മേൽപ്പുരകളിലേക്കും തീ പിടിച്ചിരിക്കുന്നു. ആ വെളിച്ചത്തിൽ അതാ നിൽക്കുന്നു ഗൗറില്ലോ. ഇവാൻ ശരിക്ക് കണ്ടു, ഗൗറില്ലോ ആണ് അത് ചെയ്തത്. ആ തീയിട്ടത് ഗൗറില്ലോ ആണ്. പട്ട പകലെന്ന പോലെ വ്യക്തമായി. ഇയാളെ ഞാൻ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു. തന്നെ ഞാൻ വിടില്ല. അയാൾക്ക് മേൽ ചാടി വീഴവേ ഇവാൻ അലറി. പക്ഷെ ഗൗറില്ലോ അയാളിൽ നിന്ന് കുതറി ഓടിക്കളഞ്ഞു. സഹായിക്കൂ, സഹായിക്കൂ, അവനെ പിടിക്കൂ. ഇവാൻ ഒച്ചയിട്ട് പിന്നാലെ പാഞ്ഞു. ഗൗറില്ലോ ഏതാണ്ട് പിടിയിൽ പെടുമെന്നായപ്പോൾ എന്തോ ഭാരമുള്ളത് തനിക്ക് മേൽ പതിക്കുന്നതായി ഇവാന് തോന്നി. എന്തായിരുന്നു? അയാൾ കുടുങ്ങിനെ താഴെ വീണു. ഗൗറില്ലോ ഒരു മരത്തടി എടുത്ത് അയാളെ അടിച്ചതാണ്. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ പിൻഭാഗത്തെ ഷെഡ് മുഴുവൻ തീ പിടിച്ച് കഴിഞ്ഞിരുന്നു. തീനാളങ്ങൾ, പുകപടലങ്ങൾ, കത്തുന്ന വൈക്കോൽ കഷ്ണങ്ങൾ എന്നിവ അയാളുടെ വീട്ടിലേക്ക് ചൊരിയുകയായിരുന്നു. എല്ലാം ആളി കത്തുന്ന രംഗമാണ് കാണുന്നത്. ബോധം തെളിഞ്ഞ് ഇവാൻ നോക്കൂ അയൽക്കാരെ, ഇവാൻ ഒച്ചയിട്ടു. ആ വൈക്കോൽ കെട്ട് വലിച്ചെടുത്ത് അത് ചവിട്ടിക്കെടുത്തുകയായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. അല്ലേ? ഇവാൻ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഇവാൻ ആ സമയത്ത് തന്നെ കണ്ടു തീ കൊളുത്തുന്നത്. എല്ലാം നശിപ്പിക്കാനുള്ള വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഗൗറില്ലോ ചെയ്യുന്നത് ഇവാൻ കണ്ടു. എപ്പോൾ അയാൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ആരും കാണാതെ അത് കെടുത്തുകയല്ലേ വേണ്ടിയിരുന്നത്. അതിന് പകരം അയാള് അയൽക്കാരൻ്റെ മേൽ ചാടി വീഴാനും ആക്രോശിക്കാനുമാണ് മുതിർന്നത്. ഒന്ന് നോക്കൂ, അത്യുച്ചത്തിൽ അലറാൻ ആഗ്രഹിച്ചെങ്കിലും അയാൾക്ക് ശ്വാസം തടസ്സപ്പെട്ടു. ഇങ്ങനെയൊക്കെ പറയണമെന്ന് അയാൾക്ക് തോന്നി. ശ്വാസം തടസ്സപ്പെട്ടു. ഓടാൻ ആഗ്രഹിച്ചെങ്കിലും കാലുകൾ അയാളെ വഹിച്ചില്ല. അയാൾ തളർന്നു വീണു. കാറ്റ് തീനാളങ്ങളെ ചുറ്റും പരത്തി. അടുത്തതായി ഗൗറില്ലോയുടെ വീടിനെയും തീ വിഴുങ്ങി. ഇവാന്റെ വീട് മാത്രമല്ല, അയൽപക്കത്തെ ഈ തീയിട്ട ആളുടെ വീടും കത്തി അമർന്നു. താമസിയാതെ പകുതിയോളം ഗ്രാമം കത്തിച്ചാമ്പലായി. തീ അങ്ങനെ പടർന്നു. വരണ്ട കാലമായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. കാറ്റുമുണ്ട്. തീ പടർന്നു. ഇവാന്റെ അച്ഛനെ കഷ്ടിച്ചാണ് അവർ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം വളരെ പ്രായമുള്ള വയോധികനായിരുന്നു. ഒരു തരത്തിലാണ് നാട്ടുകാർ രക്ഷപ്പെടുത്തിയത്. കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഉടുവസ്ത്രത്തോടെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. രാത്രിയിൽ മേയാൻ വിട്ട കുതിരകൾ ഒഴികെ ബാക്കിയെല്ലാം ഇവാന് നഷ്ടപ്പെട്ടു. അഗ്നി രാത്രി മുഴുവനും സംഹാര താണ്ഡവമാടി. ഇവാൻ കത്തിയമർന്ന തൻ്റെ വീടിനെ നോക്കി നിന്നു. നെടുവീർപ്പയച്ചു. തനിക്കിത് തടയാൻ കഴിയുമായിരുന്നുവെന്ന് അയാൾ പ്രതിപുറത്തുകൊണ്ടേയിരുന്നു. എനിക്കിത് തടയാൻ കഴിയുമായിരുന്നു. പക്ഷെ അപ്പോഴത്തെ ആ വികാരം അതിനല്ല അയാളെ പ്രേരിപ്പിച്ചത്, അല്ലേ? അയാൾ വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കുന്നുണ്ടായിരുന്നു, പിറുപിറുക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഗ്രാമത്തലവൻ ഇവാനെ വിളിപ്പിക്കാൻ അയച്ചു. ഗ്രാമത്തലവൻ ഇവാനെ ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. നിങ്ങളുടെ അച്ഛൻ മരണത്തിൻ്റെ വക്കിലാണ്. ഇവാൻ
നിങ്ങളുടെ അച്ഛൻ മരണത്തിൻ്റെ വക്കിലാണ്. നിങ്ങളെ അവസാനമായി കണ്ട് അന്ത്യയാത്ര പറയണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. തലവൻ്റെ മകൻ പറഞ്ഞു. ഇവാൻ ചോദിച്ചു, അച്ഛൻ എവിടെയാണിപ്പോൾ? അദ്ദേഹത്തിന് എന്ത് പറ്റി? നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അദ്ദേഹം മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. വൃദ്ധന് തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവാൻ ഗ്രാമത്തലവൻ്റെ വീട്ടിലെത്തിയപ്പോൾ കയ്യിലൊരു മെഴുകുതിരിയുമായി വൃദ്ധൻ ഒരു ബെഞ്ചിൽ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഇവാൻ കൂടുതൽ അരികിലിരുന്നു. അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത് ഇവാൻ? ആരാണ് ഗ്രാമം കത്തി നശിപ്പിച്ചത്? ആരാണ് ഗ്രാമം കത്തി നശിപ്പിച്ചത്? അച്ഛൻ ചോദിച്ചു. ഗൗരിലോ ആണ് അത് ചെയ്തത്. ഞാൻ അയാളെ തൊണ്ടി സഹിതം പിടികൂടി. ഗൗരിലോ ആണ് അത് ചെയ്തത്. ഞാൻ അയാളെ തൊണ്ടി സഹിതം ഞാൻ കണ്ടു അയാൾ ചെയ്യുന്നത് എന്ന രീതിയിൽ പറഞ്ഞു. വൈക്കോൽ കറ്റ കത്തിച്ച് തീ വയ്ക്കുന്നത് ഞാൻ കണ്ടു. കറ്റ വലിച്ചെടുത്ത് തീ ചവിട്ടിക്കെടുത്താമായിരുന്നു എനിക്കാകെ ചെയ്യാൻ കഴിയാമായിരുന്നതും അതായിരുന്നു. ഇവാൻ പറഞ്ഞു, എനിക്കത് ചെയ്യാമായിരുന്നു. എനിക്കാകെ ചെയ്യാൻ കഴിയുന്നതും അതായിരുന്നു. ഇനി ദൈവത്തെ സാക്ഷി നിർത്തി പറയും. ആരെയാണ് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്? ദൈവത്തെ സാക്ഷി നിർത്തി ഇവാൻ നീ പറയും. ആരെയാണ് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്? ഞാൻ എന്താണ് നിന്നെ ഉപദേശിച്ചിട്ടുള്ളത്? വൃദ്ധൻ ചോദിച്ചു. അപ്പോൾ മാത്രമാണ് ഇവാന് ശരിയായ ബോധം തെളിഞ്ഞത്. അയാൾ മുട്ടുകൊത്തി നിന്ന് കണ്ണീർ വാർത്ത് യാചിച്ചു. എനിക്ക് മാപ്പ് തരൂ അച്ഛ. ഞാൻ അങ്ങയുടെ മുന്നിലും ദൈവത്തിന്റെ മുന്നിലും തെറ്റുകാരനാണ്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. മകനെ നോക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. ഇവാൻ, എൻ്റെ പൊന്നുമോനെ, പറയൂ, ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? അച്ഛൻ മരിക്കാൻ പോവുകയാണല്ലേ വൃദ്ധൻ? ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏതച്ഛനും വികാര ഭരിതനാവും. കണ്ണ് ഇരുട്ടാവും, കണ്ണിൽ ഇരുട്ടാവും. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ അതാണ് ഈ അച്ഛനും ചോദിച്ചത്. ഇവാൻ, എൻ്റെ പൊന്നുമോനെ, ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? ഈ കലഹത്തോടെയുള്ള ജീവിതം എനിക്കറിയില്ല അച്ഛാ, ഇവാൻ പറഞ്ഞു. ഇനിമേൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് പോലും എനിക്കറിയില്ല. എല്ലാം നഷ്ടപ്പെട്ടു. വീടും അന്ന് മേയാൻ വിട്ട കുതിരകൾ ഒഴികെ എല്ലാം നമുക്ക് നഷ്ടമായി. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ നീ ജീവിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ നീ ജീവിക്കും. അല്പം നേരം നിർത്തിയ ശേഷം വൃദ്ധൻ തുടർന്നു. ഇവാൻ, ഇക്കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാണ് തീ കൊളുത്തിയതെന്ന് നീ ആരോടും ഒരിക്കലും പറയരുത്. ആരാണ് തീ കൊളുത്തിയതെന്ന് നീ ഒരിക്കലും ആരോടും പറയരുത്. മറ്റൊരുവന്റെ പാപം നീ ഒളിപ്പിച്ചാൽ ദൈവം നിന്റെ 2 പാപങ്ങൾക്ക് മാപ്പ് തരും. അവന്റെ തെറ്റ് നീ ഒളിപ്പിക്കുക, അത് പറയരുത്. അത് പറയുന്നതുകൊണ്ട് എന്താണ് ഗുണം? ആർക്കെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, ദോഷമല്ലാതെ. വൃദ്ധൻ മെഴുകുതിരി കയ്യിലെടുത്ത് മാറോട് ചേർത്ത് നെടുവീർപ്പയച്ചു. എന്നിട്ട് നീണ്ടു നിവർന്നു കിടന്ന് മരിച്ചു. തീ കൊളുത്തിയത് ആരാണെന്ന് ഇവാൻ പുറത്ത് പറഞ്ഞില്ല. കേട്ടോ, തീ കൊളുത്തിയത് ആരാണെന്ന് ഇവാൻ പിന്നീട് ആരോടും പറഞ്ഞില്ല. ആദ്യമൊക്കെ ഗൗർലോയ്ക്ക് ഇവാനെ ഭയമായിരുന്നു. ഗൗർലോ തെറ്റ് ചെയ്തെന്ന് അയാൾക്കറിയാമല്ലോ, അയാളാണല്ലോ തീ കൊളുത്തിയത്. അപ്പോൾ ഗൗർലോയ്ക്ക് ഇവാനെ ഭയമായിരുന്നു. ഇയാൾ എന്തെങ്കിലും ചെയ്യുമോ, ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമായിരുന്നു. ക്രമേണ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് ആയിത്തീർന്നു. ഇരുവരും കലഹം അവസാനിപ്പിച്ചു. തീ വെച്ചത് ഗൗർലോ ആണെന്ന് ഇവാൻ ഒരിക്കലും ആരോടും പിന്നീട് പറഞ്ഞില്ല. അതോടെ കുടുംബാംഗങ്ങളും അവരുടെ നിലപാടിനോട് യോജിച്ചു. ഇവാനും
ദോർലോയും രമ്യതയിലായി എന്നുള്ളതാണ്. അവർ വീണ്ടും നല്ല അയൽക്കാരായി ജീവിക്കാൻ ആരംഭിച്ചു. ഇവാൻ തൻ്റെ ജീവിത രീതി മാറ്റി. ഇവാനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ തന്നെ പ്രതികാരം കൈക്കൊള്ളുന്നതിന് പകരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അയാൾ ശ്രമിച്ചത്. പിന്നീട് അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറി, മനോഭാവം മാറി. ആരെങ്കിലും ദ്രോഹിച്ചാൽ തന്നെ ആ പ്രശ്നങ്ങളിലേക്ക് പോകാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അയാൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ പഠിപ്പിച്ചത് അയാൾ ഒരിക്കലും മറന്നില്ല. ആളിപ്പടരാൻ ഇടം കിട്ടുന്നതിന് മുമ്പ് തീ കെടുത്തണം. ആളിപ്പടരാൻ ഇടം കിട്ടുന്നതിന് മുമ്പ് തീ കെടുത്തണം. ലിയോ ടോൾസ്റ്റോയുടെ നീതിസാര കഥകളിൽ നിന്നുമാണ് ഈ കഥ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ആളി പടരുന്നതിന് മുമ്പ് തീ കെടുത്തും. തീർച്ചയായിട്ടും ക്രിസ്മസ് സീസണിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു കഥാസാരം തന്നെയാണ്. പലപ്പോഴും നമ്മൾ വെള്ളമൊഴിക്കുന്നതിന് പകരം എണ്ണയാണ് ഒഴിച്ചു പല സാഹചര്യങ്ങളിലും. കത്തിപ്പടരാനും പടർന്നു കയറാനും കത്തിച്ചാമ്പലാക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ ക്ലൈമാക്സിലാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിനുള്ള സാധ്യതകളുണ്ട്. തീ കത്തുന്നതിന് മുമ്പ് തന്നെ അത് കെടുത്തും. താങ്ക് യു ജോസഫ് സാർ. വളരെ നല്ലൊരു മെസ്സേജാണ്. സാറിൻ്റെ കഥയിൽ പൂർണ്ണമായി ആ മെസ്സേജും കഥയും എല്ലാം വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ഒരു ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് ഈവിന് ശേഷമുള്ള ആദ്യത്തെ ദിവസം ഏതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കത്തിപ്പടരാൻ സാധ്യത ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ വെള്ളമൊഴിച്ച് കിടത്തിയാലും മനസ്സിലൊന്ന് അയവിറക്കാം. ഒത്തിരി സാധ്യതകളുണ്ട്, ഒത്തിരിയും സാഹചര്യങ്ങളുണ്ട്. പലതും നമ്മുടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മാനുഷിക പരിഗണന വെച്ച് നോക്കുമ്പോൾ സംഭവിച്ചിരിക്കും. ഇവിടെ അച്ഛൻ പറയുന്ന പോലെ അത് പറയാതിരിക്കുക, ആ പേര് പറയാതിരിക്കുക, സാഹചര്യങ്ങളെ വഷളാക്കാതിരിക്കുക, മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും കൊടുക്കും. സോ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു കഥയിലെ സാരം. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് ചെറുതായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ സാഹചര്യങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ജോസഫ് ജോൺ സാർ പറഞ്ഞ ആ വാക്കിന്, ആ കഥയുടെ സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊന്ന് പതുക്കെ ഏട് തിരിച്ച് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. നമ്മൾ എത്രമാത്രം ഇവാന്റെ അച്ഛൻ പറഞ്ഞതുപോലെ പ്രയോജനകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. സാധിച്ച അനുഭവങ്ങളും ഇല്ലാത്ത അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരട്ടെ. കഥയിലുമുണ്ട് കാര്യത്തിൽ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് അത് ഒത്തുചേർത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ സമ്മറി, അതിൻ്റെ നീതിസാരത്തെ കേൾക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് നമുക്ക് പ്രയോജനകരമായി മാറുന്നത്. നമുക്ക് നമ്മുടെ തന്നെ അനുഭവങ്ങളിലേക്ക് പോകാം. നമുക്ക് നമ്മളിലേക്ക് ഒന്ന് അകർന്ന് ചേർന്ന് നിന്ന് ചിന്തിക്കാം. സോ വൺസ് അഗെയിൻ ജോസഫ് ജോൺ സാറിന് എല്ലാം നന്ദിയും സ്നേഹം അറിയിക്കുന്നു. രാജു സാർ റെഡിയാണ്, പറയൂ സാർ. അല്ല സാറേ, സാറേ നീ ഒരു കഥയ്ക്ക് സമയമുണ്ട്, ഞാൻ കഥ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എന്നാൽ അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പറഞ്ഞോളൂ സാർ. ഞാൻ അടുത്ത ആഴ്ച ആക്കാൻ നോക്കുന്നു. എന്നാ അടുത്ത ആഴ്ച ആക്കാം. ഇന്നിപ്പോ ഓൾറെഡി 7:43 അടുത്ത ആഴ്ച ഇതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആക്ച്വലി തുടക്കത്തിൽ 5 മിനിറ്റ് ഇല്ലായിരുന്നു. കഥയുടെ പേര് പറഞ്ഞതാണ്. പേര് അവഗണിച്ചാൽ വീട് കത്തി എന്നുള്ളതാണ് കഥയുടെ പേര്. നമുക്കറിയാം വാർ ആൻഡ് പീസ്, അതുപോലെ തന്നെ കരീന അദ്ദേഹത്തിന്റെ ആയിരുന്നു. ലോക ക്ലാസിക്കലുകളുടെ എഴുത്തുകാരനാണ്. റഷ്യൻ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നോവലിസ്റ്റുകളിൽ ഒന്നാണ്. അദ്ദേഹം ഒരുപാട് ചെറുകഥകളുമുണ്ട്. ഇതൊരു ചെറുകഥയാണെന്ന് തോന്നുന്നു, നോവലാണ്. നല്ല ചെറുകഥ. ആറടി ചിന്നി എന്നുള്ള രീതിയിലുള്ള കഥ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ദൂരം ഓടിയെടുക്കാം,
ഇത്രയും സ്ഥലം നിങ്ങൾക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ ഓടി അവസാനം ഓടി വീണ് മരിക്കുന്നതായിട്ടൊക്കെ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ്, അദ്ദേഹത്തിന്റെയാണ്. വാർ ആൻഡ് പീസ്. അതുപോലെ തന്നെ പറഞ്ഞ എന്താ സാറേ, 6 അടി മണ്ണ്. 6 അടി മണ്ണെന്നല്ലേ? 6 അടി മണ്ണിന് ചെന്നല്ല. ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും അത് വളരെ ജീവിതഗന്ധിയായിട്ടുള്ള കഥകളാണ്, ജീവിതഗന്ധിയായിട്ടുള്ള നോവലുകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വിശാലമായ അല്ലെങ്കിൽ വളരെയധികം അർത്ഥതലങ്ങളുള്ളതായിട്ടുള്ള കഥകളും നോവലുകളുമാണ്. വളരെ ഭംഗിയായിട്ട് ജോസഫ് ജോൺ സാർ അതിന്റെ വികാരമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒട്ടും തന്നെ അതിന്റെ സാരാംശം ഇല്ലാതെ ഇവിടെ കഥ പറഞ്ഞ് കേൾപ്പിച്ചു. നമ്മുടെ ജോഷി സാറ് പറയുന്ന മാതിരി തന്നെ വളരെ നല്ല ജീവസിറ്റ രീതിയിലാണത് സാറ് പറഞ്ഞ് അവതരിപ്പിച്ചത്. പ്രത്യേകമായ അഭിനന്ദനമുണ്ട്. പിന്നീട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് ഇപ്പോൾ സാബു സാറ് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ഈ ആളെ കത്തിക്കുന്നവരാണ്. തുടക്കത്തിലായിരുന്നെങ്കിൽ നമുക്കത് കെടുത്താൻ സാധിക്കും. അതിന് പകരം പലപ്പോഴും നമ്മൾ ഈ രീതിയിൽ എണ്ണ ഒഴിക്കുന്ന ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത്. മറ്റുള്ളവരെ അപമാനപ്പെടുത്തുവാനും, മറ്റുള്ളവരെ കൊച്ചാക്കി കാണിക്കുവാനും, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കുവാനും, അവരെ വിലകുറച്ച് കാണുവാനുമായിട്ടൊക്കെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് മിണ്ടാതെയിരിക്കും. ഇന്ന് ലോകത്തിലെ പലപ്പോഴും നമ്മൾ കാണുന്നത് തന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. പലപ്പോഴും നമ്മളങ്ങ് മാറി നിൽക്കുകയാണ്. കാരണം ഞാൻ രണ്ടിനുമില്ല, ഉള്ള ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേക്ക് ഈ തിന്മയുടെ ആളിക്കത്തുവാനായിട്ട് നാം അനുവദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാം തിന്മയുടെ ഭാഗം കണക്കുവാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ തിന്മ ചെയ്യുന്നില്ല. ഞാൻ ന്യൂട്രലാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂട്രൽ അടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള ഈ വലിയ തിന്മകൾക്ക് നാം കൂട്ടുനിൽക്കുകയാണ്. ആ തിന്മയുടെ പക്ഷത്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും പക്ഷത്ത് നിൽക്കണം, അത് നന്മയുടെ പക്ഷമായിരിക്കണം. അതേസമയം മറ്റുള്ളവരെ എപ്പോഴും ഉയർത്തി കാണിക്കണം. ഇവിടെ ഐവാന് വേണമെങ്കിൽ ഈ ഉരുളയുടെ പേര് പറഞ്ഞിട്ട് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനും ഈ ആൾക്കാരെല്ലാവരും കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും അതും ചെയ്യാതെ ആ തീ കത്തിച്ചത് ആരാണെന്ന് പറയാതെ പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. അത് പിന്നെ വലിയൊരു വളരെ വലുതായിട്ടുള്ള ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. തുടക്കത്തിലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തുടക്കത്തിലെ നമ്മളത് എടുത്താനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ആളെ കത്തിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ കുറ്റം അല്ലെങ്കിൽ മറ്റേയാളുടെ കുറ്റമാണെങ്കിൽ അത് എടുത്തു പറയാതിരിക്കാൻ നല്ലത്. തീർച്ചയായിട്ടും അവിടെ മൗനമാണ് നല്ലത്. അതേസമയം നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് സമരം ചെയ്യാൻ സാധിച്ചാൽ നല്ലതായിരിക്കും. ഫൈറ്റ് ചെയ്യാൻ നന്നായിരിക്കും. ഞാൻ ഈ കഥയും അതുപോലെ കഥ പറഞ്ഞ രീതിയും വളരെ നല്ലതായിരുന്നു. കഥയുടെ അതിൻ്റെ ശക്തിയും അതിൻ്റെ ചൈതന്യവും നഷ്ടപ്പെടാതെ ഈ ഐവാന്റെ കഥ അല്ലെങ്കിൽ ഈ ദീപികയുടെ കഥ ഇവിടെ അവതരിപ്പിച്ച ജോസഫ് ജോൺ സാറിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബാക്ക് ടു സാബു സാർ. താങ്ക് യു സാർ. ഒരു ചെറിയ കാര്യത്തിലാണ് തുടങ്ങുന്നത് അല്ലേ? ഇപ്പോൾ അടുത്ത വീട്ടില് കോഴി മുട്ടയിട്ടു എന്നുള്ളൊരു വിഷയത്തിലാണ് തുടങ്ങുന്നത്. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ടോൾസ്റ്റോയുടെ ഈ കഥ തുടങ്ങുന്നത്. അവസാനം ആ ഒരു വിഷയം ചെന്നെത്തി ആ ഗ്രാമത്തിന്റെ മുക്കാലും കത്തി അമരുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. വളരെ മനോഹരമായിട്ട് അതില് കഥയുടെ പ്രോഗ്രഷൻ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. സ്ട്രക്ചേർഡ് കഥയാണ് അല്ലേ? ഇതൊക്കെ രീതിയിലുള്ള കഥയാണ് ഞാൻ പറയാനുള്ളത്. ഓക്കെ സാർ. നെക്സ്റ്റ് അടുത്ത ആഴ്ച പറയാം. റോയ് സാർ. പക മൂലം കണ്ണു കാണാതായി പോയ ഒരു ആളുടെ ഈ പകയുടെ ഇത് കുറയ്ക്കാൻ സഹായിച്ചത് അതുമൂലം സംഭവിച്ച തൻ്റെ പിതാവിൻ്റെ അന്ത്യവാക്കുകളിലൂടെയാണ്. പല അവസരത്തിലും ഇവാന്റെ പിതാവ്
ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. ഈ പക കൊണ്ടു നടക്കാതെ സ്നേഹത്തോടു കൂടി ജീവിക്കാനുള്ള മാർഗങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചെങ്കിലും ഇവാൻ അത് കണക്കാക്കിയില്ല. പിന്നെ അവസാനം തൻ്റെ പിതാവിൻ്റെ അന്ത്യത്തിനും അത് കാരണമായി. ശരിക്കും കാരണമായത് ഇവാന്റെ ഈ പക തന്നെയാണ്. അപ്പോൾ മാത്രമാണ് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പോഴത്തേക്കും ഒത്തിരി കടന്നുപോയി. അപ്പോൾ നിസാരം ഒരു ചെറിയ സംഭവത്തിനെ പർവ്വതീകരിച്ചു. അത് പക കൊണ്ടാണ്, അയൽവക്കാരനുള്ള പക കൊണ്ടാണ്. അപ്പൊ അത് വളർന്ന് തലമുറകൾ വളരെ ശത്രുക്കളായിട്ട് പോകുന്ന പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണാറുണ്ട്, ഈ കോടതിയും കേസും ഒക്കെ ആയിട്ട്. പക്ഷേ ഈ പക വന്നു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കാതെ അതിനെ തോൽപ്പിക്കുക എന്ന, ശത്രുവിനെ തോൽപ്പിക്കുക, ശത്രുതാ മനോഭാവം വരുന്നത് തോൽപ്പിക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ബിഹേവ് ചെയ്യുന്നത്. അതല്ലാതെ ഇങ്ങനെ ഒരു സമീപനം, അതായത് വൈക്കോൽ കത്തിച്ച് അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ നടത്തുകയും അദ്ദേഹം തിരിച്ചടിക്കുകയൊക്കെ ചെയ്ത് ആ വിരോധത്തിന്റെ ഇതിലങ്ങ് പോവുകയല്ലാതെ ആ തീ കടത്തിയെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ലായിരുന്നു എന്ന് സ്വന്തമായി മനസ്സിലാക്കാൻ പറ്റിയില്ല. പിതാവിന്റെ ആ ഒരു ഇതിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അനുഭവത്തിലൂടെ മാത്രമേ ആണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതല്ലാതെ മറ്റൊരാൾ പറഞ്ഞത് കൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം. പക ഉള്ളിലിരിക്കുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ അനുഭവം വന്നപ്പോഴാണ് അത് തിരിച്ചറിയാൻ പറ്റിയത്. കാര്യം വെറും നിസ്സാരം ഒരു കോഴി മുട്ടയിട്ട കേസിന്റെ തർക്കമാണെന്ന് എങ്കിലും അതിനു സാറ് കഥ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഇവര് മുൻ തലമുറ വളരെ സ്നേഹത്തോടു കൂടി കഴിയുകയായി. ഈ തലമുറയിലാണ് ഈ ശത്രുതാ മനോഭാവം വന്നത്. അപ്പോ പണ്ടുണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സമീപനവും അത് കഴിഞ്ഞ് തലമുറകൾ പുതിയതായി വരുമ്പോൾ അതിന് വ്യത്യസ്തമായി വരുന്നു എന്ന് കാണിക്കുക ചെയ്യുന്ന ഒരു കഥയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോ ജീവിത അനുഭവത്തിൽ നിന്ന് സിദ്ധിച്ച കാര്യങ്ങളായിരിക്കാം പ്രായമുള്ളവർ പറയുന്നത്. എന്നാൽ ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടപ്പോൾ മാത്രമാണ്, ജീവിത അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഇവാൻ ഇത് മനസ്സിലാക്കിയുള്ളൂ. അല്ലാണ്ട് പറഞ്ഞപ്പോ മനസ്സിലായില്ല. അപ്പോ പലരും ജീവിത അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൂടാതെ അനുഭവസ്ഥരായ കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെ ശത്രുതാ മനോഭാവത്തോടു കൂടി കാണാതെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൗരവ പ്രശ്നമാക്കാതെ അവസാനിപ്പിക്കാൻ നോക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. എനിവേ, ഇത് നമുക്ക് ജീവിതാനുഭവത്തിൽ ഒരു അനുഭവമായി കണ്ടുകൊണ്ട് ഇതുപോലെയുള്ള അവസരങ്ങൾ നേരിടാനുള്ള സന്നദ്ധത ഉണ്ടാകട്ടെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. സാറേ, പറഞ്ഞു. ഞാൻ കാഞ്ഞങ്ങാട് പോയിട്ട് നീലേശ്വരത്ത് എത്തിയതാണ്. കഥ കുറച്ചേ കേട്ടുള്ളൂ, സംഭവം മനസ്സിലായി. അപ്പം ഇരുട്ടത്താണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഇപ്പം ആങ്ങളെ കൂടെ ഉണ്ട്. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാല്, നമ്മുടെ ഈ പണ്ടുള്ളവര് പിന്നെ എല്ലാരും സ്നേഹം ഉണ്ടായിരുന്നു. പണ്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, നമ്മളെ വീട്ടിന്റെ അടുത്ത് ഒരു തീപ്പെട്ടി കത്തിക്കാതെ ഒരു ജഗരിയില്ലേ തേങ്ങയുടെ, അത് കൊണ്ടുവന്നിട്ട് അതില് കത്തുന്നിടത്തുനിന്ന് ഇത് കോരിക്കൊണ്ടുപോയിട്ട് തീ കോരിക്കൊണ്ടുപോയിട്ട് കത്തിച്ചവരൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിന്റെ അടുത്ത്. അപ്പൊ അത്രയും സ്നേഹമുള്ളവരായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പകയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് കുറെ പണം ഇതൊക്കെ കൂടുമ്പോഴാണെന്ന് തോന്നുന്നു സ്വാർത്ഥത കൂടുതലായിട്ട് വരുന്നത്. ഈ പക, അതായത് മനസ്സ് വലുതാക്കണം എന്ന് പറയുന്നില്ലേ. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ പറഞ്ഞ് അത് നമുക്കൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ ജീവിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുടുംബത്തില് വലിച്ചു നീട്ടി എല്ലാവരോടും പറഞ്ഞ് അത് പ്രശ്നമാക്കി അവരെയും കൂടി അതിൽ വലിച്ചഴിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ തീ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. തീ എന്ന് പറയുമ്പം അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല.
തീ പിടിച്ചു നിർത്താൻ പറ്റില്ല. നേരെ മറിച്ച് കോപം വന്നാലും അങ്ങനെ ഈ BP എല്ലാം കൂടിയിട്ട് കോപം വരുന്നവർക്കും അങ്ങനെ അവരെ പിടിച്ചു നിർത്താനേ പറ്റില്ല. അവര് പറയാൻ തുടങ്ങിയ പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവര് പറയുന്നത് തന്നെ അവർക്ക് എന്തോന്ന് മനസ്സിലാവില്ല. അവസാനം അവർക്ക് ക്ഷീണം വരും. അതുകൊണ്ട് പിന്നെ എല്ലാവരും പിന്നെ നല്ല സ്നേഹത്തോടെ നമ്മുടെ യേശുക്രിസ്തു പറയുന്ന പോലെ തന്നെ പരസ്പരം സ്നേഹിച്ചിട്ട് അന്യോന്യം പിന്നെ ഉള്ളത് കുറച്ചാണെങ്കിലും അന്യോന്യം അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ ജീവിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. നല്ല കഥയായിരുന്നു. പക്ഷെ കുറച്ചേ കേൾക്കാൻ പറ്റിയുള്ളൂ. ഇപ്പൊ എല്ലാരും പറയുമ്പോ അതിന്റെ അഭിപ്രായത്തോടെ എനിക്ക് കുറച്ച് കഥ കേട്ടു. താങ്ക് യു സർ. താങ്ക് യു. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഇവാൻ എന്ന് പറയുന്ന ആളുടെ അച്ഛന്റെ ശരിക്കുള്ള ക്ഷമയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാന പ്രമേയം അല്ലെ. ഏറ്റവും ക്ലൈമാക്സിൽ പോലും അതിന് വേണമെങ്കിൽ അത് രീതിയിൽ എണ്ണ ഒഴിക്കാമായിരുന്നു. പക്ഷെ എത്ര മനോഹരമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു എന്താ പറയുക കാരണന്മാരെന്നോ അത് പറയാം അല്ലെ. അവരുടെയൊക്കെ ഈ ക്ഷമയില്ലായ്മയൊക്കെ ഇന്ന് ഒരു വലിയ പ്രശ്നമാണ് എന്ന് വേണേൽ ചിന്തിക്കാം. കാരണം സ്വാർത്ഥതയിലേക്ക് വരുമ്പോൾ അറിയാതെ തന്നെ ഞാൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ എന്നൊക്കെ എൻ്റെ എന്നുള്ള വാക്കുകൾക്ക് കൂടുതൽ അർത്ഥം കൊടുക്കുമ്പോൾ അത്ര ബ്രോഡായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരാളല്ല. നീ ഒരു കാരണവശാലും ആളുടെ പേര് പറയരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അതിനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡൽട്ട് മനോഭാവം ഉണ്ടാകുക എന്നുള്ളതാണ്, ഉണ്ടാകേണ്ടതാണ് അത്യാവശ്യം. ശുചിത്വ കേൾക്കുന്നു. അതുപോലെ കോടതിയും വളരെ മാതൃകാപരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നത് നമുക്ക് കാണാൻ പറ്റും. കോടതി മജിസ്ട്രേറ്റ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കുറച്ച് വൈകിയാണ് കയറിയത്. പക്ഷെ ടോട്ടലി എല്ലാവരും പറഞ്ഞതിന്റെ ഒരു സാരാംശം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾ സെന്റേഡ് ആണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയുന്നത്, വൈക്കോൽ കത്തിക്കുന്ന സമയത്ത് തനിക്ക് തിരിച്ചറിഞ്ഞു അത് കത്തിക്കാമെന്ന അവസ്ഥയിൽ നിന്നും പോയ ഇവാൻ അതിനുശേഷം തന്റെ പിതാവിന്റെ അടുത്തെത്തുകയും ആ സമയത്ത് ഇവാനോട് പിതാവ് പറയുകയാണ്, ആരാണ് കത്തിച്ചതെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ച സമയത്ത് ഇവാൻ പറയുന്നതിന് മുമ്പ് പിതാവ് അവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ആരാണെങ്കിലും നീ പറയേണ്ട, എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട, കാരണം ഇതങ്ങനെ തന്നെ ശാന്തമാകട്ടെ എന്ന ഒരു സാരാംശം. അതായത് അവിടെ ഒരു പവർ പോയിന്റ് ആയിട്ട് വന്ന് സാർ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചത്, നിങ്ങൾ ഒരാളുടെ തെറ്റ് ക്ഷമിച്ചു കഴിഞ്ഞാൽ മറ്റ് 2 തെറ്റുകൾ ക്ഷമിക്കപ്പെടും. ഈ ഒരു തിയറി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും കുറ്റം ഏറ്റുപറയുന്ന മാതാപിതാക്കളും ഇതൊക്കെ ആ ഒരു ഒറ്റ തെറ്റ് ക്ഷമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മറ്റ് 2 പാപങ്ങൾ, നമ്മൾ 2 ചെയ്ത പാപങ്ങൾ പരിഹരിക്കപ്പെടും എന്ന ഒരു സന്ദേശമാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അതിനുശേഷം പറയുന്നു, ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ദൈവ നിയോഗം, ദൈവം എന്ന് പറഞ്ഞ രീതിയിലാണ് പറയുന്നത്. അവിടെ ദൈവകൽപ്പന അനുസരിക്കുമെങ്കിൽ നീ ജീവിക്കും, ആരാണ് തീ കൊളുത്തിയത് എന്ന് നീ പറയുകയില്ലെങ്കിൽ തെറ്റുപാപം, ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഈ കഥയിലൊരു സാരാംശമായി കണക്കാക്കുന്നത് തെറ്റുകൾ മനുഷ്യ സഹജവും ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവീകവുമാണ് എന്ന ഒരു തിയറിയാണ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. പിന്നെ റോയ് സാർ പറഞ്ഞ ഒരു പോയിന്റാണ് രണ്ടാമത് വന്നത്, പക മൂലം കണ്ണ് കാണാതായി പോയ ഒരു സമൂഹം ഈ പകയെ എക്സ്പ്ലോർ ചെയ്യിക്കുന്നു. കാരണം അവർക്ക് പക വരുന്നു, അതിങ്ങനെ, അതായത് പലപ്പോഴും നമ്മളുടെ ഉള്ളിലൊരു ഫീലിംഗ് ആണ് മറ്റൊരാളുടെ പക. അതിന് നമുക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന ഒരു കേസാണ് അധിക ആളുകളും ചെയ്തു കഴിഞ്ഞാൽ തലമുറകളിൽ പോകുന്നു. ഇന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ലോകമാകമാനം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരു പ്രോസസ്സാണ് മുഴുവൻ ചെയ്യുന്നതെന്നാണ് റോയ് സാർ പറഞ്ഞത്. അതിന്റെ ടോട്ടൽ സാരാംശം എന്ന് പറഞ്ഞാൽ പഴയകാല സമീപനത്തിൽ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് വേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് സംസാരിച്ച മാം പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാൻ കാഞ്ഞങ്ങാടാണ് വരുന്നതെന്ന് മനസ്സിലാക്കിച്ചു. അവരും പകയാണ് ഫോക്കസ് ചെയ്തത്, സ്വാർത്ഥത അതില്ലാതായി കഴിഞ്ഞാൽ, അനുരഞ്ജനം എന്ന കല സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ഉണ്ട്. മറ്റൊരുവന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് അതിന് എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന താൽക്കാലികമായ സുഖം, ഒരു മനസ്സുഖം, അത് ഒഴിവാക്കിക്കൊണ്ട് ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിൽ, അതായത് ക്ഷമിക്കുക എന്ന ദൈവീകമാണ് എന്നും, നമ്മൾ ഒരിക്കൽ പകയിലേക്ക് എരുതി എണ്ണയൊഴിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യം മുഴുവൻ കത്തുന്നത് പോലെ തീ പടരുമെന്നും മനസ്സിലാക്കുന്ന ഒരു സാരാംശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാബു സാർ അതിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ കഥ ഇസ് എ തേർഡ് ആൾട്ടർനേറ്റീവ്. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു സാർ.
താങ്ക് യു സുജിത്. വേറെ ആർക്കെങ്കിലും പറയാമോ? ചിന്തകലാമോ? രാം സാർ, ഗോകുമാർ സാർ, അല്ലെങ്കിൽ ജോബി സാർ? യാത്രയിലായിരിക്കും. ജോഷി സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയാൻ എങ്കിലും ഞാൻ പറയാം. ഞാൻ ഓർക്കുമായിരുന്നു സാറിന്റെ ഇന്നത്തെ ഈ ടോപ്പിക്ക് അല്ലെങ്കിൽ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക കാലത്ത് നമ്മൾ കാണുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്ക് എല്ലാം നാണ്യമാകുന്നത് ചെറിയ ഒരു തീപ്പൊരിയാണ്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നമ്മൾ തന്നെ രാഷ്ട്രീയ മതമൊന്നും കാണരുത് എങ്കിലും പറയുകയാണ്, എറണാകുളം അങ്കമാലി രൂപതയിൽ നടന്ന സംഭവം, അല്ലെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്തുമാത്രം വലുതാക്കി കൊണ്ടുവന്ന നിസ്സാര ഒരു കാര്യം. ദൈവത്തെ ആരാധിക്കുന്നത് മുമ്പോട്ട് തിരിഞ്ഞാണോ പുറകോട്ട് തിരിഞ്ഞാണോ എന്നുള്ള ഒറ്റ ചോദ്യത്തിന്റെ അത് എങ്ങോട്ട് തിരിഞ്ഞാണെങ്കിൽ ദൈവം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആ ഒരു ചോദ്യത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഇനി ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനും തമ്മിലുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം ഒരു നിസ്സാര കാര്യം. അതായത് കുറെ ഇസ്രായേൽക്കാരെ ബന്ധുക്കളാക്കി അത് നെഗോസിയേഷനിൽ കൂടിയൊക്കെ തീർക്കാവുന്ന ഒരു പക്ഷെ തീർക്കാവുന്ന കാര്യമായിരുന്നു. അത് ഒരു വലിയ യുദ്ധം, രണ്ട് പക്ഷത്തും വലിയ ഒരു യുദ്ധത്തിന് കാരണമായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ സമൂഹത്തിൽ നടക്കുന്ന ഓരോ വലിയ ഈഗോ പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ഞാനാണോ നീയാണോ വലിയത്, അല്ലെ എന്റെ സ്വത്തിന്റെ സ്വാധീനം കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കടന്നു കയറുക എന്നൊക്കെയുള്ള ആ ഒരു ഹുങ്കൊക്കെ ഉണ്ടാകുന്നത് ഒരുപക്ഷെ സമ്പത്തിന്റെ പിൻബലം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണ്ടായുസത്തിന്റെ പിൻബലം കൊണ്ടോ അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ പിൻബലം കൊണ്ടോ ഒക്കെ ബാക്കിയുള്ളവരുടെ അധീനതയിലേക്ക് ബാക്കിയുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ വളരെയധികം പ്രസക്തിയുള്ള ഒരു കഥയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കഥയാണ്. എങ്കിലും ഇപ്പോഴും അതിന് എന്തുമാത്രം പ്രസക്തിയുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത് തന്നെയല്ല, ജോസഫ് ജോൺ സാർ നല്ല ഭംഗിയായിട്ട് ആ കഥ അവതരിപ്പിച്ചു. കഥ അവതരിപ്പിച്ചതിന്റെ രീതി തന്നെ വളരെ ടച്ചിങ് ആയിട്ടാണ്. സാറിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. ആ കഥ താങ്ക് യു സാബു സാർ ഒരു ചാൻസ് തന്നതിന്. ഞാൻ ആ കഥയിൽ അങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. അവതരണ രീതി, ആ ഭംഗി, ആ ഗ്രാമീണ ഇത് ഒക്കെ ഇങ്ങനെ ഒരു ഛായാചിത്രം പോലെ സാർ നന്നായിട്ട് അത് അവതരിപ്പിച്ചു. പിന്നെ അതില് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇന്നത്തെ കാലത്ത് ഈ കഥയ്ക്കുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ്. ക്ഷമ, ആ പറഞ്ഞ പോലെ ഉള്ളില് ആരോടെങ്കിലും ഒരു വിരോധം തോന്നിയാൽ അതെങ്ങനെയൊക്കെ നല്ല രീതിയിൽ അത് പുറത്തേക്ക് എടുക്കാം എന്നൊക്കെ ഈ കഥ നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ജോബി സാറ് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം ഈ കഥയിൽ കുറച്ചും കൂടെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട പല തത്വങ്ങളും ഉണ്ട്. ഏതായാലും ഈ കഥ ഇങ്ങനെ അവതരിപ്പിച്ചതില് സാറിന് ഒത്തിരി നന്ദി. പിന്നെ പണ്ടത്തെ ആ കഥയിലുള്ള മൂല്യങ്ങള് വളരെ നന്നായിട്ട് ഇന്നത്തെ കാലത്ത് ഉൾക്കൊള്ളാൻ സാധിച്ചു. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു മാം. പ്രിയപ്പെട്ട ജോൺ സാർ, സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും പ്രത്യേകം സന്തോഷവും നന്ദി അറിയിക്കുന്നു. വിശേഷിച്ച് ജോസഫ് ജോൺ സാറ് അവതരിപ്പിച്ച ഈ കഥ, ഇതിൻ്റെ കഥാകാരൻ തന്നെ ലോകത്തിൻ്റെ മനസാക്ഷിയിൽ ഒട്ടനവധി നല്ല കാര്യങ്ങളാണ് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്. ആ അർത്ഥത്തിൽ ഈ കഥയ്ക്കും ഈ കാലഘട്ടത്തിനും ഇനിയും വരാനിരിക്കുന്ന കാലഘട്ടത്തിനും കഴിഞ്ഞുപോയ കാലഘട്ടത്തിനും എല്ലാം ഒരുപോലെ തന്നെ പ്രസക്തിയുണ്ട്. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകളെല്ലാം ഈ ഭൂമിയിലുണ്ട്. എന്നാൽ കുറെ അധികം ആളുകൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീപ്പൊരി പലപ്പോഴും കെടുത്തുന്നതിന് പകരം
എരിതീയിലേക്ക് വീണ്ടും എണ്ണ ഒഴിക്കുന്ന പ്രകൃതവും നമുക്ക് ചുറ്റുപാടുകളിൽ കാണുവാൻ സാധിക്കും, എമ്പാടും കാണുവാൻ സാധിക്കും. അപ്പോൾ അത് മനസാക്ഷിയിൽ കുറെ കൂടി നമ്മുടെ ഈ കുഞ്ഞു ഗ്രൂപ്പാണെങ്കിൽ കൂടെയും അതൊന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കെങ്കിലും ചെറിയൊരു സദസ്സിലോ സമൂഹത്തിലോ എങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രേരണ ഇല്ലാതാക്കാൻ ഇടവരും. അതുപോലെ തന്നെയാണ് ഇതിന്റെ മറ്റൊരു സംഭവം കൂടി കഥയിൽ അങ്ങനെ കൃത്യമായി പറയുന്നില്ലെങ്കിൽ കൂടെയും ഈ തീ കത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വലിയ വാഗ്വാദങ്ങൾ ചിലപ്പോഴുണ്ടാകും. ഇത് ആര് മൂലമാണ് തീ ഉണ്ടായത്? ഈ തീ ഉണ്ടാക്കിയവനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത തത്രപ്പാടിൽ തീ വീണ്ടും വീണ്ടും ആളിക്കൊണ്ടേയിരിക്കും. ആരാണ് ഇതിന്റെ കുറ്റം എന്നുള്ളത് കുറ്റവാളിയെ കണ്ടുപിടിച്ച് അവന്റെ മേൽ ഇത് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടും സമൂഹത്തിലുണ്ട്. അപ്പൊ ഈ രണ്ട് വിധത്തിലുണ്ട്. തീപ്പൊരി ഉണ്ടാക്കുക എന്നുള്ളത് ചില ആളുകൾ ചെയ്യാറുണ്ട്, അതിലേക്ക് എണ്ണ പകരുന്ന ഏർപ്പാട് കുറെ പേര് ചെയ്യാറുണ്ട്. തീ ഉണ്ടാക്കിയവനെ കണ്ടെത്താനായിട്ടുള്ള വല്ലാത്ത അന്തിച്ചർച്ചകൾ നടത്തുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ അന്തിച്ചർച്ചകൾ ടി വിയിലെ കണ്ടാലും ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വാട്സപ്പിലേക്ക് എത്രയും വേഗം പകർത്തിവിടാനായിട്ട് ഈ ചിത്രമെടുക്കാനായിട്ടുള്ള ഒരു തരം തത്രപ്പാടാണ്, പ്രശ്നം അവസാനിപ്പിക്കാനല്ല. അതുകൊണ്ട് ഇത് ടോൾസ്റ്റോയുടെ വളരെ സുന്ദരമായ ഈ കഥ ഈ കാലഘട്ടത്തിനും എല്ലാ കാലഘട്ടത്തിനും ഒരുപോലെ പ്രസക്തമാണ്. അതിസുന്ദരമായിട്ട് ജോസഫ് ജോൺ സാറ് പാട്ടിന്റെ പാലാഴി തീർക്കുന്നത് പോലെ തന്നെ കഥയെയും നന്നായി അവതരിപ്പിക്കാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. തുടർ കാലങ്ങളിലും ധാരാളം നല്ല കഥകളുമായി വരിക, നമുക്കൊന്നിച്ച് ചർച്ച ചെയ്യുകയും നമുക്ക് നമ്മുടെ മനസാക്ഷിയിലെങ്കിലും പലപ്പോഴും കേൾക്കുമ്പോൾ ചില നല്ല ചിന്തകളിലേക്ക് അത് വഴിമാറിപ്പോകാൻ ഇടവരികയും ചെയ്യും. എല്ലാ ഭാവുകങ്ങളും പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലഘട്ടത്തിന് യോജിച്ചതാണ്. ഇനി അടുത്ത കൊല്ലമാണ് നമ്മൾ അടുത്ത കഥ പറയാൻ പോകുന്നത്. രാജു സാർ അത് പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത കൊല്ലത്തിനുള്ള ഒരു നല്ല ഊർജമായിട്ട്, നല്ലൊരു സന്ദേശമായിട്ട് നമുക്ക് ഈ കഥയെ സ്വീകരിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. റാം സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ. അല്ല, എനിക്ക് രണ്ടു മൂന്ന് ചെറിയ കാര്യങ്ങള് എനിക്ക് ഏറ്റവും എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ കഥയ്ക്കുള്ള ഏറ്റവും വലിയ പ്രാധാന്യം ആനുകാലികമാണ്. നമുക്കത് റിപ്പീറ്റഡ് ആണെങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും നമ്മളിപ്പം നമ്മുടെ ചുറ്റിലും കാണുന്ന ഒരവസ്ഥ, ഇപ്പൊ യുവാന്റെ കൂട്ട് തന്നെ നിശബ്ദമായിരിക്കുന്ന ഒരവസ്ഥ, ബുദ്ധിപരമായിട്ട് സൈദ്ധാന്തികമായിട്ട് കഴിവുള്ള ആൾക്കാര് എന്ന് സോക്കാൾഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മള് ഒരു യുവാനായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിധി വരെ. മറ്റുള്ളവര് നമ്മള് എണ്ണ ഒഴിച്ചത് കത്തിച്ചോണ്ടിരിക്കുകയാണ്. വെറുപ്പാണ് നമുക്കിവിടെ ചുറ്റും പ്രചരിപ്പിക്കുന്നത്. വെറുപ്പിനെ കച്ചവടമാക്കി മാറ്റുകയാണ്. അത് കച്ചവടത്തിന്റെ പേരിലാണ്, രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. അതൊരു സത്യമായിട്ട് റിമെയിൻ ചെയ്യുന്ന കാലഘട്ടത്തോടും ഈ കഥയുടെ ആനുകാലികതയുടെ പ്രസക്തി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അതിവിപുലവും ഒരു പരിധി വരെ, എത്രയും ഞാൻ പറഞ്ഞത്, നമുക്ക് ഒക്കെ നമ്മുടെ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമാണ് അതിന്റെ ഒരു പ്രസക്തി. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയത്, സാറിന്റെ ഈ കഥ പറയുന്ന ഒരു രീതി പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വന്ന പഴയ നാടക സങ്കല്പത്തില് രണ്ട് സങ്കല്പങ്ങളുണ്ട്. സ്റ്റനിസ്ലോവിസ്കി ആൻഡ് ഗ്രോട്ടോവിസ്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. റിയലിസ്റ്റിക് സ്റ്റൈലും ഫിസിക്കൽ തിയേറ്ററിന്റെ രണ്ട് മാർഗങ്ങളാണ്. ഇതിനകത്തുള്ളത് ഈ സ്റ്റനിസ്ലോവിസ്കി എന്ന് പറയുന്നത് ഇമോഷണലാണ്, റിയലിസ്റ്റിക് ആണ് തിയേറ്റർ എന്ന് പറഞ്ഞത്. ഗ്രോട്ടോവിസ്കി എന്ന് പറയുന്നത് ഫിസിക്കൽ തിയേറ്ററാണ്. അപ്പൊ ഇതിനകത്ത് നമ്മള് സാറ് പറയുന്ന കഥാകഥനത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് വിത്തൗട്ട് ഇമോഷൻ. ഇതിനകത്ത് സാറിന് ഒരു പക്ഷേ കഥ പറയുന്ന രീതിയിൽ ചില സംസാരങ്ങൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. സാറിന് ക്യാൻ അറ്റാച്ച്, കാരണം ഏറ്റവും ഒരു കലാകാരൻ എന്നൊരു മ്യൂസിഷ്യൻ നിലയിൽ
അതിന് ഇമോഷൻ ഓരോ വാക്കുകളിലും അറ്റാച്ച് ചെയ്യുന്നതിനകത്ത് സാറിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് വെറി പ്ലെയിൻ ആയിട്ട് സാറ് പറയുകയാണ് ചെയ്തത്, വിത്തൗട്ട് എനി ഇമോഷണൽ. അതിന്റെ ഒരു മോഡുലേഷൻ ഉണ്ടായിരുന്നില്ല. കഥാതന്തുവിന്റെ ഭാഗമായിട്ടോ വൈകാരിക ഭാഗമായിട്ടോ ഉണ്ടായിരുന്ന യാതൊരുവിധ മോഡുലേഷനും സാറില്ലാതെ സാറ് വളരെ പ്ലെയിൻ ആയിട്ട് വളരെ ശുദ്ധമായിട്ട് കഥ പറയുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ, ഈ പ്ലെയിൻ ആയിട്ട് കഥ വരുമ്പോൾ, അതായത് ഗ്രോട്ടോവിസ്റ്റി സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഇമോഷണൽ ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യില്ല ഈ കഥ. നമുക്കിതിന്റെ കഥാതന്തുവിലേക്ക് നമ്മുടെ ഇറങ്ങിപ്പോകാനും നമ്മളെ അത് ചിന്തിപ്പിക്കാനും സാധിക്കും. ബട്ട് ഇപ്പോൾ വാക്കുകളിലും കഥയുടേതായിട്ടുള്ള ആ പരിസരങ്ങളിലേക്കും ഇമോഷണൽ ആയിട്ട് ആ വേർഡുകൾ വരികയാണെങ്കിൽ നമ്മളെ പോലും, നമ്മൾ കേൾക്കുന്ന കേൾവിക്കാരനെയും അത് ഇമോഷണൽ ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാതെ വരും. അപ്പൊ വന്നുകൊണ്ട് ഇപ്പൊ ഈ കേൾക്കിയ ആൾക്കാരെല്ലാരും അഭിപ്രായം പറഞ്ഞപ്പോ എനിക്കൊന്ന് മനസ്സിലായി, വളരെ കൃത്യമായിട്ട് കഥയുടെ ആഴങ്ങളിലേക്ക് സാറിന് ആ കഥ പറയുന്ന രീതിയിൽ കൂടെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്ക് രണ്ടാമതായിട്ടുള്ള തോന്നിയത്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ലിയോ ടോൾസ്റ്റോയി ആണെങ്കിലും നമ്മുടെ ടാഗോർ ആണെങ്കിലും ഇവരൊക്കെ, നമ്മൾ യോഗയായിട്ട് ബന്ധപ്പെട്ട ആളെന്ന നിലയിൽ ഞാൻ അങ്ങനെ ഒരു രീതി കൊണ്ട് ഇതിൽ കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. കണക്ട് ചെയ്യുമ്പം ഇവരൊക്കെ ഹൈലി എൻലൈറ്റിൽമെന്റ് അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരെ ഉയർന്ന തലങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ, ടോൾസ്റ്റോയിയാണ് നമുക്കറിയാം, അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കാര്യം അറിയാം. അവരൊക്കെ പറയുന്നതിൽ ഉള്ളിൽ ഒരു ആത്മീയതയുണ്ട്, ഒരു യോഗയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മള് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോഗയുടെ അടിസ്ഥാനത്തിൽ ഇറ്റ് ഈസ് ദ ബേസിക് ഇൻസ്റ്റിങ്റ്റീവ്, ഹ്യൂമൻ ബേസിക് ഇൻസ്റ്റിങ്റ്റീവ് ആണ്. അതാണ് സാധാരണക്കാരെ തമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ഹ്യൂമൻ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്റ്റീവ് ആണ് ഫൈറ്റ് ചെയ്യുക, റിവഞ്ച് ചെയ്യുക, വഴക്കുണ്ടാക്കുക. ആനിമലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ആനിമലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഹ്യൂമൻ ബീയിങ്, അതിന്റെ ഒരു അപകടാവസ്ഥയാണ് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ഉയർന്ന തലത്തിലേക്ക്, അപ്പൊ യോഗയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഡീപ്പായി പോകുന്നുണ്ട് ആണെങ്കിൽ നമ്മൾക്ക് ഇപ്പം യോഗിക്ക് പറഞ്ഞ കുണ്ടലിനിന്നോ അല്ലെങ്കിൽ മൂലാധാരമെന്നോ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ സാവധാനം ഉയർന്നു വരുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞത് ഇവാന്റെ ഫാദറാണ്. ഇവാന്റെ ഫാദർ ഈസ് നമ്മളെ അനഹത്ത ചക്രയിൽ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ രീതിയിൽ ഞാനും മനുഷ്യനും എനിക്ക് ചുറ്റുമുള്ള മനുഷ്യനും ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക്, എൻ്റെ ഉള്ളിലുള്ള ജീവനും അവന്റെ ഉള്ളിലുള്ള ജീവനും ഈ ചരാചരങ്ങൾക്കുള്ളിലുള്ള എല്ലാ ജീവനും ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കൺസെപ്റ്റ്. അതായത് നമ്മുടെ അനഹത്ത ചക്ര എന്ന് പറയുന്ന, ഹേർട്ട് ചക്ര എന്ന് പറയുന്ന ഹൃദയസ്ഥാനമാണ് ഇവാന്റെ ഫാദറിനുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് മുകളിലേക്ക് തീനാളത്തിൽ കൂടി വളരുന്നത് നമ്മുടെ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള മൃഗീയമായിട്ടുള്ളതിനെ നമ്മൾ ദഹിപ്പിക്കുന്ന ഒരു അവസ്ഥ. അതാണ് നമ്മുടെ ആ ബേസിൽ നിന്ന് നമ്മൾ ദഹിപ്പിച്ച് അഗ്നിയിൽ കൂടെ ദഹിപ്പിച്ച്, അതായത് നമ്മുടെ മണിപ്പൂര ചക്രയാണ് അഗ്നി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഡൈജഷൻ പ്രോസസ്സും നടക്കുന്ന, അതെന്റെ ദഹനേന്ദ്രിയങ്ങൾ എല്ലാം നടക്കുന്ന മണിപ്പൂര ചക്ര. അപ്പൊ അതിനെ ദഹിപ്പിച്ച് നമ്മൾ മുകളിലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഞാനും നീയും നമ്മളും എല്ലാം ലോകത്തുള്ള ചരാചരങ്ങൾ ഒന്നായെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആത്മീയതയുടെ അന്തർലീനമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യങ്ങൾ. വളരെ മനോഹരമായ ഈ സായനത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ പറ്റിയതിലും 2 നിമിഷമാണെങ്കിലും സംസാരിക്കാൻ പറ്റിയതും എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വേറെ ആർക്കാണ് പറയാൻ പറ്റുന്നത്? ഇനി സരസ്വതി മാം ഉണ്ട്, രതീഷ് ഉണ്ട്, രാജേഷ്. നമസ്കാരം ഗോപകുമാർ. നമസ്കാരം, ഗോപകുമാറാണ്. കോപം എന്ന് പറയുന്നത്, ദേഷ്യം എന്ന് പറയുന്നത് നമ്മളോട് ചേർന്നിരിക്കുന്ന അഗ്നി പോലെയാണ്. അത് നമ്മളെ പാടെ നശിപ്പിച്ചത്. ഞാൻ ഇതിന്റെ ഒരു ചെറിയ കഥ പറയാം. കഥയല്ലാതെ നടന്ന സംഭവമാണ്. പക്ഷെ 2 അക്രമികൾ അഥവാ പിടിച്ചു പറിക്കാർ ഒരു പ്രായമായ ആളിനെ ഓടിച്ചോണ്ടിരിക്കുന്നു. വീട്ടിൽ പലതവണ ഓടിച്ച് വന്നപ്പോൾ വേറെ ആളുകൾ വഴി നിന്നവർ കണ്ട്, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തിനെ ഓടിക്കുന്നത്? ഓടിക്കുന്നത് എന്തിനാ? അദ്ദേഹം ആരാണെന്നറിയാവോ? ഈ ആളിന്റെ പേര് പറഞ്ഞപ്പോഴും അതിൽ ഒരു ഭയങ്കര ആശാനായിരുന്നു. ആ ആശാന്റെ പേര് കേട്ടപ്പോഴും ഇവര് വിറച്ചിരുന്നു പോയി എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്,
ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. എന്തൊക്കെ അഭ്യാസങ്ങളും അറിയാമെങ്കിലും എന്തൊക്കെ ആയുധങ്ങൾ കണ്ടാലും ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൽ നിന്ന്. അതുകൊണ്ട് നല്ല അവതരണമായിരുന്നു. സാറിന്റെ അവതരണം വളരെയേറെ ഇഷ്ടപ്പെട്ട് നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി. താങ്ക് യു സർ. താങ്ക് യു. വേറെ ഇനി ആർക്കവിടെ? രജീഷ് ഉണ്ടോ? യെസ്. കുറച്ച് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സാറേ ലാസ്റ്റോട്ടാണ് കേട്ടത്. എല്ലാവരും പറഞ്ഞയക്കാൻ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ആനുകാലിക പ്രസക്തിയുള്ള കഥയാണ് എന്നാണ് മനസ്സിലായത്. കഥ ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റി. താങ്ക് യു സർ. സോ താങ്ക് യു. നമുക്ക് വേറെ ആരും പറയാനില്ലെന്ന് തോന്നുന്നു. സോ ജോസഫ് സാർ, താങ്ക് യു. പുതുവർഷത്തിലേക്ക് നടന്നു നീങ്ങാൻ വളരെ മനോഹരമായ ഒരു ഇതിവൃത്തമാണ് സാർ നൽകിയത്. തീ അമരും മുമ്പേ, അല്ലെ, തീ ആളും മുമ്പേ അത് അണയ്ക്കാനുള്ള ഒരു സെൽഫ് പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് മാത്രമല്ല, മറ്റാരുടെ തീ ശക്തിയായിട്ട് പടരുമ്പോഴും അതിനെ അണയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഓക്കെ, ഇതിന്റെ ക്ലൈമാക്സ് ജോസഫ് ജോൺ സാറിന് പറയാനുള്ള കൂടെ പറഞ്ഞു. അല്ല, എനിക്ക് പറയാനുള്ള ഒരു പരീക്ഷണമായിരുന്നു. പക്ഷെ ഈ കഥയെക്കുറിച്ച് ഈ വിശകലനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ അത്ഭുതമായി. എത്ര ഒരു കഥയിൽ നിന്ന് എത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കഥയിലുമുണ്ട് കാര്യം എന്നുള്ള ആ ഒരു ടൈറ്റിലിന് വളരെ എന്താ പറയുക, യോജിക്കുന്നത് തന്നെയായിരുന്നു ഇന്ന് വന്ന വിശകലനങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം തന്നെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കുറ്റബോധമുണ്ട്. അത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. ഒത്തിരി നല്ല പാഠങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ഈ എല്ലാവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഞാനത് ഉൾക്കൊള്ളുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കാലിക പ്രസക്തിയുണ്ട് അല്ലേ, നിസ്സാര കാര്യം ഇത്രയും ഒരു ഗ്രാമം പോലും കത്തിയമരുന്ന ഒരു സ്ഥിതിയിലേക്ക് ചെന്നെത്തിക്കഴിഞ്ഞാണ് ബോധോദയം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് തീപ്പൊരി കാണുമ്പോഴേ അത് അണയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു പാഠം, അത് ആളിക്കത്താൻ ആരുടെ കുറ്റം കൊണ്ടാണെങ്കിലും ആ തീപ്പൊരി വന്നത് എന്നുള്ളതല്ല നോക്കേണ്ടത്. ആരാണ് അതിൻ്റെ പിന്നിലുള്ള കുറ്റക്കാരൻ എന്നുള്ളതല്ല നോക്കേണ്ടത്. ആ തീപ്പൊരി അണയ്ക്കുക എന്നുള്ളത് ആണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആ ഒരു തെറ്റ് നമ്മൾ വിളിച്ച് പറഞ്ഞു നടക്കുകയല്ല വേണ്ടത്, അത് ക്ഷമിക്കുകയാണ്, മൂടി വയ്ക്കുകയാണ് വേണ്ടത് എന്നുള്ളതും വലിയൊരു പാഠം നമുക്ക് ലഭിച്ചു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. താങ്ക് യു. അല്ലേ, വിട്ടുകളയൂ, എല്ലാം വിട്ടുകളയൂ. സാറേ, പാട്ടിന്റെ പാലാഴിനേക്കാളും ഉഷാറായിട്ട് കഥ പറയാനും അറിയാലേ. താങ്ക് യു. എല്ലാവരുടെ കഴിവുകളും നമ്മൾ എടുക്കുമല്ലേ. ശ്രമിക്കാം. എല്ലാം പറഞ്ഞു വിചാരിച്ച് കഥ വിട്ടുകളയണ്ട, പാട്ട് വിട്ടുകളയണ്ട. പാട്ട് വിട്ടുകളയരുത്. ഇല്ല, ശരിക്കും ഞാൻ കഥ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ജോസഫ് സാറിനെ എനിവേ എല്ലാ കഥയും റെഡിയാണ്. ആരുമില്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞിരിക്കും, അതിന് സംശയം. എനിക്കും കഥ പറയാൻ അവസരം തരണേ. തീർച്ചയായും. ഓക്കെ. ഞാന് ചെറുപ്പം മുതലേ കഥ പറയൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്നു. ആളുകൾക്ക് പറയുന്ന കഥയ്ക്ക് എത്ര സമയമുണ്ടെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞിരിക്കുന്നത് ദ ഷെർലക് ഹോംസിന്റെ സർ ആർതർ കോണൻ ഡോയൽ എഴുതിയ ചെറിയ കഥ മരണത്തലക്കെട്ട്. സമയമാണ് വേണ്ട. സമയം എത്ര സമയമാണ് സാർ അനുവദിക്കുന്ന? ആ സമയത്തിനുള്ളിൽ പറഞ്ഞു തരും. ഇല്ല, അങ്ങനെയല്ല. നമ്മൾ സാധാരണ ഇപ്പൊ നമ്മള് ജോസഫ് ജോൺ സാറ് ഒരു 25-30 മിനിറ്റ് 20 മിനിറ്റ്. ഞാൻ പറയട്ടെ ചില നമ്മളൊരു സെഷൻ എടുക്കുമ്പോൾ കഥ ഒരു 20 അരമണിക്കൂറെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ 2-3 കഥകൾ സർ ആർതർ കോണൻ ഡോയലിന്റെ കംപ്ലീറ്റ് ബുക്കുകളും, അതായത് ഷെർലക് ഹോംസ് പറഞ്ഞ എല്ലാ കഥകളും എനിക്ക് വളരെ ഹൃദ്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് പരിശോധിക്കാം.
ഞാൻ പറയട്ടെ, 1 മണിക്കൂർ കൊണ്ട് സംസാരിക്കാൻ പറ്റും, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ കൊണ്ട് സംസാരിക്കാൻ പറ്റും. ഓ ഗുഡ്, ഗ്രേറ്റ് ഗ്രേറ്റ്. ഓഫ്ലൈനിൽ പോകേണ്ടി വരും അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ സന്തോഷം. പുതിയൊരാളെയും കൂടെ നമുക്ക് കഥയിലൂടെ കിട്ടുമ്പോൾ. ഓക്കെ, അതെ, നമ്മള് റോയ് സാറൊക്കെ റെഡി ആയിക്കോണം കേട്ടോ. റോയ് സാറ് ചെറിയ ചെറിയ കഥകൾ റെഡി ആക്കി വെച്ചോണം. കഥകൾ ഒരു കഥ 2-3 കഥകൾ നമ്മളിനി, കാരണം എല്ലാവർക്കും അപ്പൊ അവസരങ്ങൾ കിട്ടും. ഇല്ലെങ്കിൽ ഒരാഴ്ച കഥ പറയാനുള്ള ആ വിഷമം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ വലിയ പാടാണ്. അരമണിക്കൂർ കഥ പറയാൻ വേണ്ടിയിട്ട് കഥകൾ പറയുക. ചെറുപ്പത്തിൽ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് മണിക്കൂർ അങ്ങോട്ട് ഓഫർ ചെയ്തിട്ടാണ് കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്, കഥ തന്നെ 3/4 മണിക്കൂർ എടുക്കാം, അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് എടുക്കാം. 3 കഥ. ഇതില് ഈ കഥ കേൾക്കുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ തുടരില്ല. അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണ് ഷെർലക് ഹോംസിന്റെ കഥകൾ. അത് കുറ്റാന്വേഷണം അല്ലേ? കുറ്റാന്വേഷണമാണ്. പക്ഷെ നമ്മൾക്ക് വളരെ നിരീക്ഷണ പാഠമാണ് അതിൽ വരുന്നത്. അതായത് വഴി തെറ്റിക്കും അല്ലേ? മഞ്ഞുകാലം ഞാൻ സാധാരണഗതിയിൽ എഴുന്നേക്കുന്നത് വളരെ വൈകിയാണ്. പക്ഷെ അന്നേ ദിവസം ഞാൻ വളരെ നേരത്തെ എണീറ്റു. താഴെ എത്തിയ സമയത്ത് തലേന്ന് ഞങ്ങളുടെ സന്ദർശക, അതായത് ഞാൻ നിങ്ങളൊരു വീട്ടിൽ താമസിക്കുകയാണ് ഷെർലക് ഹോംസിനോടൊപ്പം. സന്ദർശക എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരുന്നില്ല. പക്ഷെ ഹോംസ് നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെല്ല് നീരസത്തോടുകൂടി അവിടെ തലേന്ന് ഞങ്ങളുടെ സന്ദർശകൻ മറന്നു വെച്ചിട്ട് പോയൊരു വടി, പെനാങ് ലോയർ എന്നറിയപ്പെടുന്ന ഒരിനം ഊന്നുവടിയായിരുന്നു അത്. അത് ഞാനെടുത്ത് തിരിച്ചു മറിച്ച് നോക്കുന്ന സമയത്ത് ഹോംസ് എന്നോട് ചോദിച്ചു, വാട്സൺ, നിനക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന്. ഞാൻ ചോദിച്ചു, ഹോംസ്, നിങ്ങൾക്ക് പുറകിലും കണ്ണുണ്ടോ? അപ്പൊ ഹോംസ് പറഞ്ഞു, ഇല്ല, പക്ഷെ എന്റെ കയ്യിൽ മനോഹരമായി പോളിഷ് ചെയ്ത ഒരു കോഫി പോട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മനസ്സിലാവും. ഹോംസിന്റെ രീതികൾ മനസ്സിലാവുന്ന ഞാൻ അത് തിരിച്ചു മറിച്ച് നോക്കി. അതിന് താഴെ നന്നായിട്ട് തേഞ്ഞിട്ടുണ്ട് ആ വടി. ഓക്കെ, അപ്പൊ ഒരു നടക്കുന്നയാൾ, അതിന്റെ മേലെ ആ പെനാങ് ലോയർ എന്ന് പറയുന്ന ആ ഊന്നുവടിയുടെ മേലെ ഒരു വെള്ളി തലക്കെട്ടുണ്ട്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, സർ മോർട്ടിമർ MR CCH എന്നും 1884 എന്നും. അപ്പൊ ഒരു ഡോക്ടറാണ് സർ മോർട്ടിമർ അല്ലേ? അപ്പൊ ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പം അദ്ദേഹം അവിടുന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സമ്മാനിച്ചതായിരിക്കാം ആ വടി. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹം ഒരു വയസ്സായ ആളായിരിക്കാം, ഒരു 50-55 വയസ്സുള്ള ഡോക്ടർ ആയിരിക്കാം. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ഗ്രാമപ്രദേശത്തായിരിക്കണം, ഇല്ലെങ്കിൽ വടി കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ, കുതിരവണ്ടി സഞ്ചരിക്കുമല്ലോ. അപ്പൊ ഓക്കെ, അത് നോക്കി ഞാൻ ഈ കാര്യങ്ങൾ ഹോംസിനോട് പറഞ്ഞു. ആ സമയത്ത് ഹോംസ് പെട്ടെന്ന് അവൻ വെട്ടിത്തിരിഞ്ഞ് ആ വടി കയ്യിൽ വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ബെലേ ബേഷ് വാട്സൺ, നീ ഇത്രയും കാലം എന്റെ കഥകൾ എഴുതുകയും പ്രചരിപ്പിക്കുകയുമാണ്, എന്നെ പ്രകൃതിക്കുമായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നിനക്ക് ഇത്രമാത്രം കഴിവുകളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് 2-3 വട്ടം തിരിച്ചു മറിച്ച് നോക്കി. അതിനുശേഷം ജനലിന്റെ അരികിൽ പോയി തന്റെ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം അതിനെ നോക്കി. ഒരു കഴുകന്റെ മൂക്ക് പോലെ, ഏകദേശം നല്ല പൊക്കമുള്ള ഹോംസ് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കൗതുകത്തോടെ നോക്കി. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഹോംസ് സാധാരണ ആരെ അങ്ങനെ പ്രകീർത്തിക്കാറില്ല. പക്ഷെ ഹോംസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഹോംസ് പറഞ്ഞു, സർ മോർട്ടിമർ MR CCH എന്ന് പറയുന്ന ആ ഡോക്ടർ പ്രായമുള്ള ആളാണെന്ന് വിട്ടിട്ട് ഹൗസ് സർജൻസി കഴിഞ്ഞതിന് ശേഷം തന്റെ നാട്ടിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോയ ഡോക്ടറായി കരുതിയാലോ? എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഡയറക്ടറി എടുത്തു നോക്കി, കാരണം ഞാൻ ഡോക്ടറാണല്ലോ. നോക്കിയ സമയത്ത് മനസ്സിലായി സർ മോർട്ടിമർ MR CCH എന്ന് പറഞ്ഞ ആള് ഓൾറെഡി ഹൗസ് സർജൻസിക്ക് ശേഷം അവിടുന്ന് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം ഹോംസ് പറഞ്ഞു, ഓരോന്നും ഇങ്ങനെ തിരിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ, പക്ഷെ ഇത് പ്രായമുള്ള ആളെന്നുള്ള ചെറുപ്പക്കാരനായി മാറി. അദ്ദേഹത്തിന് ഒരു പട്ടിയുണ്ട്. അത് ഏതാണ് പട്ടി എന്ന് വെച്ചിട്ട് അദ്ദേഹം ലാസ്റ്റ് ആ പട്ടിയുടെ പേര് പറയുന്നു. അതൊരു മസ്ചിഫ് ആണെന്ന് പറയുന്നു. എനിക്ക് കലശലായ ദേഷ്യം വന്നു. കാരണം എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? പെട്ടെന്ന് തന്നെ ഹോംസ് പറഞ്ഞു, യെസ്, ശരിയാണ്, ഞാൻ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ താഴെ ഒരു മുട്ട് കേട്ടു. അതിനുശേഷം പതുക്കെ കോണിപ്പടികൾ കയറി ഞങ്ങളുടെ സന്ദർശകൻ ഞങ്ങളുടെ റൂമിലേക്ക് വരികയാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു പട്ടിയും കൂടി ഉണ്ടായിരുന്നു. അവിടെ വന്നു.
ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ്, ഹോംസ് പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം അവിടെ വന്ന് ഹോംസിനെ കണ്ടപാട് ഹോംസിന്റെ അടുത്തേക്ക് വന്നിട്ട് തലയോട്ടി നോക്കി, ഹോംസ് നിങ്ങളുടെ തല എന്തുമാത്രം വലുതാണ്, ഇത്രമാത്രം വലിയൊരു തല, ഇതൊരു മ്യൂസിയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ അലങ്കാരമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഹോംസ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്റെ തല നോക്കാൻ വേണ്ടി വന്നതാണോ അതോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പഴയ മാനുസ്ക്രിപ്റ്റ് എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഹോംസിനോട് വളരെ സീരിയസ് ആയിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. താങ്ക് യു സർ. ദ മൗണ്ട് ഓഫ് ബാസ്കർവില്ലിലെ ഇൻട്രൊഡക്ഷൻ. സസ്പെൻസ് അല്ലേ? യെസ് സർ. സസ്പെൻസ് ത്രില്ലർ. സസ്പെൻസ് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ സമയമുണ്ടോ? വേണ്ട, ഒറിജിനൽ കഥയായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ സുജിത്ത് പുതിയൊരു കഥാകാരനെ കിട്ടിയത് വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ സാർ ജോസഫ് സാർ, താങ്ക് യു. ഷോർട്ട് ടൈമിലും സാർ എടുത്ത എഫേർട്ടിന് പ്രത്യേകം നന്ദി. ഇതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. അല്ല സാറേ, ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് സന്തോഷം. ഞാനത് 6:30 വരെ വെയിറ്റ് ചെയ്തതാണ്. ഞാൻ പോസ്റ്റ് ഇടുന്ന വരെ വെയിറ്റ് ചെയ്തതാണ്. കാരണം അപ്പോഴും എനിക്കത് കുറച്ച് കറക്റ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഇനിയും റെഡി ആയിരിക്കണം എന്നുള്ളൊരു പാഠമാണ്. ഞാനൊരു റെഡി ആയിരിക്കുക, കാരണം ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ചെറുതായിട്ട് റെഡി ആയിരിക്കും. ഓക്കെ, താങ്ക് യു ആൻഡ് സീ ഗുഡ് നൈറ്റ്. താങ്ക് യു സുജിത്, റോയ് സാർ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.